ഇത് വരുമ്പോൾ പെപ്പെ ജീൻസ് 520 ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. ലൂയിസ് ഫിലിപ്പ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് 790 നമ്മൾ കൊടുക്കുന്ന റേറ്റ്. 570. ഇത് 570 ആണോ? 4300 MRP വരുന്നത് ഇവിടെ 1380. ഇത് യൂസ് പോളോഡ് ആയിട്ടാണ്. 5XL ബിഗ് സൈസ് സാധനമാണ്. പ്യൂമയുടെ ബാഗ്സ് ഒക്കെയാണ്. അത് നമ്മളൊരു 50% ഓഫറിലാണ് കൊടുക്കുന്നത്. കയ്യിൽ പിടിച്ചിരിക്കുന്ന ജീൻസ് ലിവൈസ് ആണ്. അത് 3500 അതിന്റെ MRP വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് 990 കൊടുക്കും. അതൊക്കെ UCBയുടെ 375, 395. 3 എണ്ണം എടുക്കാൻ വന്നത് ഞങ്ങള് 9 എണ്ണം എടുത്തിട്ടാ പോണേ. പൗച്ചുകളുണ്ട്, അതൊക്കെ 295 വരും. എല്ലാ തരം ഐറ്റംസും ബിഗ് സൈസ്. 620 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ കുട്ടികളുടെ. ഇത് 8XL വരും. ലെതർ ബാഗ് ഉണ്ട്, സൈഡ് ബാഗ്സ് ഉണ്ട്. 1500 എന്തായാലും വരും. പക്ഷെ ഇവിടെ 830. LPയുടെ സാധനങ്ങൾ ഇതൊക്കെ വരുന്നത് 980. UCBയുടെ സാധനങ്ങൾ 980 നമ്മൾ കൊടുക്കും. MRP ഉണ്ടാവും. 2000 രൂപ വരുന്ന സാധനങ്ങളത്. അപ്പൊ നമുക്ക് ഇവിടെ എത്രക്ക് കിട്ടും? ഇവിടെ നമ്മൾ 720 കൊടുക്കുന്നത്. റാബിറ്റിന്റെ ഐറ്റം ആണ് ഇത്. ഇതിനൊക്കെ ഏകദേശം 680 ആ റേഞ്ച് തന്നെ വരും. ക്രൂഷ്യലോ പ്ലസ് സൈസിന്റെ ജീൻസ് കേട്ടോ. മെയിൻ ആയിട്ട് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് കാനഡ, UK 620 രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹുഡീസ് കേട്ടോ. ഹുഡീസ് കാനഡ അങ്ങനെയുള്ള തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ പോകുന്നവരാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർപ്ലസ് അന്വേഷിച്ച് നടക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കടയാണ് കേട്ടോ. അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും, അതും റീറ്റെയിൽ ആയിട്ട് നമുക്ക് സിംഗിൾ പീസ് മേടിക്കാട്ടോ. ഇത് നമ്മുടെ സ്വന്തം എറണാകുളത്ത് തന്നെയാണ്. എറണാകുളം എന്ന് പറയുമ്പോൾ നമുക്ക് PT ഉഷ റോഡ് കേട്ടിട്ടില്ലെങ്കിൽ ഇതാ മഹാരാജ ഗ്രൗണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നതാണ് മഹാരാജ ഗ്രൗണ്ട്. അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന PT ഉഷ റോഡ്. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് 1ഉം 2ഉം കടയിലൊന്നും ഒതുങ്ങി നിൽക്കുന്നില്ല. അവർക്ക് ടോട്ടലി 3 കടയുണ്ട്. അതും വലിയ വലിയ ഷോറൂം എന്നൊക്കെ പറയാം. അപ്പം ഷോറൂം എന്ന് പറയല്ല, ഷോറൂം തന്നെ വലിയ ഷോറൂം. അതും കോട്ടൺ ഫാബ്. അടിയിലത്തെ ഫ്ലോർ ആണെങ്കിൽ മൊത്തം ജെൻസിൻ്റെയും ഐറ്റംസ് ആണ്. മുകളിലത്തെ ഫ്ലോർ ആണെങ്കിൽ മൊത്തം ലേഡീസിൻ്റെയും അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഐറ്റംസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. അതും സർപ്ലസ് ഐറ്റം അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കോട്ടൺ ഫാബ്. ഇവർക്ക് ഒരു ഷോറൂം കൂടി ഉണ്ടെന്ന്, അല്ല 2 ഷോറൂം കൂടി ഉണ്ടെന്ന് പറയില്ലേ. ഒരു ഷോറൂം എന്തായാലും ഇവിടെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ PT ഉഷ റോഡ് വഴി ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ മതിയിട്ട് ആ കാണുന്ന ബിൽഡിംഗ് ആണ്. അവിടെ ശരിക്കും അങ്ങോട്ട് പോകേണ്ടി വരും. എന്നാലും നമുക്ക് അവിടെ ന്യൂ കോട്ടൺ ഫാബ് എന്ന് പറഞ്ഞാൽ അവിടെ പാർക്കിംഗ് സൗകര്യം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം. അവിടെ തന്നെ ഒരു ഷോറൂം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ 2 ഷോറൂം, ഈ സൈഡിലാണെങ്കിൽ ഒരു ഷോറൂം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഷോറൂമിൻ്റെ ഫുൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഫുൾ ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റംസ് എന്തൊക്കെ ബ്രാൻഡഡ് ഉണ്ട് ആ ബ്രാൻഡഡ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ലേഡീസ്, ജെൻസ് ആൻഡ് കിഡ്സ് എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. വാ, വിശാലമായി കിടക്കാണ് ബ്രാൻഡഡ് ഐറ്റംസിന്റെ കളക്ഷൻസ് ഒക്കെ. അപ്പൊ ഇനി ആരെയൊക്കെ കിട്ടണം നമുക്ക്. നമസ്കാരം, എന്താ വിശേഷം? ഇവിടെ മൊത്തത്തിൽ ബ്രാൻഡാണ് കേട്ടുല്ലോ. നമുക്കൊന്ന് നമ്മുടെ ആൾക്കാർ കുറച്ചുണ്ട്, ബ്രാൻഡഡിന്റെ ആൾക്കാർ, അവർക്കൊന്ന് അറിയിക്കണേ. എന്താ വഴി ആരെങ്കിലും ഉണ്ടോ നമുക്ക് പറഞ്ഞുതരാൻ? ഇങ്ങനെ പിടിച്ചാൽ മതി അല്ലേ? ഒന്ന് വരുമോ എന്റെ കൂടെ? നമസ്കാരം, ഈ വീഡിയോയില് വെൽക്കം. അപ്പൊ പുലിയ പട്ടി എന്ത് സംഭവം? ഒക്കെ ബ്രാൻഡ് അല്ലേ? ഓക്കെ, ഇതും ബ്രാൻഡഡ് ആണ്. ഇത് ടോമി. ശനി നമുക്കും ബ്രാൻഡഡ് ആവാ. എന്തിനാ നമുക്ക് ബ്രാൻഡഡ് ഒരു വേഗം വാ. നമുക്കപ്പൊ ഈ കാണുന്ന ലുക്ക് എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ ഏരിയ മാത്രല്ല, മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോ എവിടെ നിന്ന് കറങ്ങിയാലും മൊത്തം ജെൻസിന്റെ ഐറ്റംസ് കിട്ടുള്ളൂ അല്ലെ? ഫസ്റ്റ് ഫ്ലോർ വരുന്നത് മൊത്തം ജെൻസ് ഐറ്റംസ് ആണ്. ജെൻസ് ഐറ്റംസ് അതിൽ എന്തൊക്കെ ബ്രാൻഡ്സ് കിട്ടും? എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. എല്ലാം ബ്രാൻഡ്സ് ഉണ്ട്. അത് ആരോ ഉണ്ട്, അലൻസോള ഉണ്ട്, പെപ്പ ഉണ്ട്, സ്പൈക്കർ ഉണ്ട്. കുറെ ബ്രാൻഡ്സ് ഉണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്തു കൊടുക്കാം. എന്തായാലും പേര് പറഞ്ഞില്ലേ? സായിദ്. അപ്പൊ നമുക്ക് കുറച്ച് വെറൈറ്റികൾ കാണിക്കണം. എന്തായാലും വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡിൽ നമുക്ക് ക്വാളിറ്റിനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. അത് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. നമുക്ക് എവിടെ നിന്ന് പിടിക്കുന്നത്? നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ആദ്യം ഈ ഒരു ഫ്ലോറിന്റെ ലുക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്നിട്ട് തുടങ്ങാം നമുക്ക്. എന്നുവെച്ചാൽ ഈ കാണുന്ന ഏരിയ മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഈ കാണുമ്പോൾ ഫ്രണ്ടിൽ ജീൻസ് ആണ്. പക്ഷെ ഇനി വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും നമുക്ക് ഈ ഫുൾ ജെൻസിന്റെ ഐറ്റംസ് കിട്ടും. ജസ്റ്റ് ഒന്നൊരു ലുക്ക് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ഇവിടെ എന്താ ഐറ്റംസ് ഇരിക്കുന്നത്? അവിടെ പുള്ളോവർ, ജാക്കറ്റുകള്, ചപ്പല്, അതും എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. ഈ സൈഡിൽ. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് ടീഷർട്ട്സ് ഉണ്ട്, കാഷ്വൽ ഷർട്ട്സ്, ഫോർമൽ ഷർട്ട്സ്. ഇവിടെ കാഷ്വൽ ഷർട്ട്സ് ഈ ഭാഗത്ത് വരുന്നു. ഓക്കെ, നമുക്ക് എവിടെ നിന്ന് പിടിക്കണ്ട? കാരണം ഇത് ഏരിയ കുറച്ചുണ്ട്. ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് തുടങ്ങാം? നമുക്കത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ പോവാം. അപ്പൊ ഇവിടുന്ന് തുടങ്ങാം. ടീഷർട്ടിന്നോ കാഷ്വൽ
ഓക്കെ. അപ്പൊ ബ്രാൻഡഡ് അന്വേഷിച്ച് നടക്കുന്നവർക്കാണ് ഡെഫിനറ്റ്ലി മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ്, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും. അപ്പൊ ഇവിടുന്ന് ഷർട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇത് നമ്മളിപ്പോ ഹാഫ് സ്ലീവ്സ് ആണ്. ഓക്കെ. ഹാഫ് സ്ലീവ്സിൽ ഇത് വരുന്നത് ലൂയിസ് ഫിലിപ്പ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ശരിക്കും 570 സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത് ബ്രാൻഡഡിലോ? ബ്രാൻഡഡിൽ ഓക്കെ. 570. നെറ്റ് പ്ലേ എന്ന് പറയുന്നത് പ്രിന്റഡ് ഫ്ലോറൽ മോഡൽ ആയിട്ടുള്ള. അപ്പൊ പ്രിന്റ് ഇത് വരുന്നത് നെറ്റ് പ്ലേ എന്ന് പറയുന്ന ബ്രാൻഡാണ്. 570 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് അല്ലേ? അപ്പൊ ഇത് ലൂയിസ് ഫിലിപ്പിയുടെ. ഇത് ലൂയിസ് ഫിലിപ്പിയുടെ. പിന്നെ ഇതാണെങ്കിൽ 570. ഇത് 570 ആണോ? വെറും 570 മാത്രം. വെറും 570. അതെ. പിന്നെ ക്വാളിറ്റിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, ബ്രാൻഡഡ് ആണല്ലോ, അതിന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുന്നു. അതെ. അപ്പൊ 570 തൊട്ട് അങ്ങോട്ട് കയറി ഇങ്ങനെ 1380 ഷേർട്സിലുണ്ട്. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോ ഇത് 1480. ഓക്കെ. പിന്നെ ഒരു സംശയം കൂടി, ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ സെയിങ്ങും തന്നെ നമുക്ക് പിന്നീട് കിട്ടണം ഇല്ല. കാരണം നമ്മൾക്കിപ്പോ സർപ്ലസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒരു ബ്രാൻഡ് 2 ബ്രാൻഡ് കിട്ടും. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ 5 ബ്രാൻഡ് ചിലപ്പോൾ ഒരുമിച്ച് കിട്ടും. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഈ സംഭവം തന്നെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പൊ എപ്പോഴും എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് മേടിക്കുക, അതും കിട്ടുന്നതൊക്കെ ബ്രാൻഡ്. ലിനൻ ക്ലബിന്റെ ഐറ്റം ആണ് ഇത്. നമ്മൾ കൊടുക്കുന്നത് വെറും 1380 ആണ്. ഇതിന്റെ MRP എന്ന് പറയുന്നത് ഏകദേശം ഒരു 3000-4000 റേഞ്ച് വരുന്ന സാധനം. MRP കണ്ടാൽ ഞെട്ടും, പക്ഷെ നിങ്ങളുടെ വില കേട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും ഞെട്ടും. ശരി. പിന്നെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇതിൽ വേറെയും കുറച്ച് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് റാബിറ്റിന്റെ ഐറ്റം ആണ് ഇത്. ഇത് ഭയങ്കര സോഫ്റ്റ് സ്മൂത്തി ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ നല്ല ദേഹത്ത് കിടന്നു കഴിഞ്ഞാൽ അറിയില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. ചേട്ടൻ ടീഷർട്ട് മാത്രമേ ഇടുള്ളൂ? ഞാൻ ഫുൾ സ്ലീവ് ടീഷർട്ട് മാത്രം, ഷർട്ട് ഇടില്ല? പിന്നെ കുർത്തീസ്, ഹാഫ് കുർത്തീസ് ആണ്. ഒരു തവണ ഷർട്ട് ഇട്ട് നോക്കട്ടെ, നമുക്കൊന്ന് കാണണം എന്തായാലും. ഇനി അടുത്ത പ്രാവശ്യം കടയിലേക്ക് നിങ്ങൾ വരുമ്പോഴേ ഷർട്ട് ഇട്ടിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് US പോളോന്റെ ഐറ്റം ആണ്. ഇത് നമ്മൾ 1080 ആ ഒരു റേഞ്ച് ആണ്. പിന്നെ റേഞ്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ കാണുന്ന ഓരോ തവണ ഇപ്പൊ ഇവിടെ കാണുന്നത് ഈ കാണുന്ന ഫുൾ ഐറ്റംസ് ഒക്കെ നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ്. ഏത് പിക്ക് ചെയ്താലും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടില്ല, അതൊരു വേറെ കാര്യം. പിന്നെ ഇതും ഞാൻ ഉള്ളിലേക്ക് കയറാൻ നല്ലത്. ഓക്കെ. ഇത് പറഞ്ഞോളൂ. ഇത് ലൂയിസ് ഫിലിപ്പിയുടെ ഐറ്റം ആണ്. ഇതിന് ഒരു കാര്യം കൂടെ എടുത്ത് ചോദിക്കട്ടെ, സൈസിനെ കുറിച്ച് എങ്ങനെയാണ്? സൈസ് നമുക്ക് പ്ലസ് സൈസ് വരെ ഉണ്ട്. 6XL 7XL വരെ ഉണ്ട്. ബ്രാൻഡഡ് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കുറച്ച് ലിവൈസ് ഇത് വരുമ്പോൾ 1180 നമ്മൾ കൊടുക്കുന്നത്. ലൂസ് ഫിറ്റിലല്ലേ? പക്ഷേ MRP എന്ന് പറയുന്നത് 3000 ആണ്. 2999 ആണ്. നമ്മൾ കൊടുക്കുന്നത് വെറും 1180 കൊടുക്കുന്നത്. അത്ര റേറ്റിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ റീറ്റെയിൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും അല്ലേ? ഇത് അലൻസോളിയുടെ ഐറ്റമാണ്. ഇതൊക്കെ ഒരു തവണ ബ്രാൻഡഡ് യൂസ് ചെയ്താൽ പിന്നെ ബ്രാൻഡഡിലേക്ക് അലൻസോളി നമ്മൾ കൊടുക്കുന്നത് ശരിക്കും 980 ആണ്. ഇതും ഈ പറഞ്ഞുകൊണ്ട് 3000 3500 ആ റേഞ്ച് വരുന്ന ഐറ്റംസുകൾ തന്നെയാണ്. ഇതൊക്കെ വരുമ്പോൾ 680 720 ആ റേഞ്ചിൽ നമ്മൾക്ക് കൊടുക്കാം. ഇതെല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. ലിനൻ ക്ലബ്ബ് 1380 ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ ഒക്കെ വരുമ്പോൾ നമ്മളൊരു 680 ബ്രാൻഡഡ് തന്നെ 680 നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു ഹക്കോബ സ്റ്റൈലിലിട്ടോ ആണുങ്ങൾക്കും ഇതുപോലെ അടിപൊളി ലൂസ് ഫിറ്റിൽ ഇതിലുള്ള പാന്റ് ഒക്കെ നമുക്ക് നോക്കണം കേട്ടോ. ഇതാണെങ്കിൽ മൊത്തം ഇങ്ങനെ പ്രിന്റില് വരുന്നത് അല്ലെ? ETA ബ്രാൻഡിന്റെ അല്ലേ? ETA ബ്രാൻഡും അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. ഇതൊക്കെ നോക്കിയേ. ഇത് ഈ ബ്രാൻഡ് പറഞ്ഞു, ഡെനിം ഫ്ലവർ എന്ന് പറയും. ഇതും ഡെനിം ഫ്ലവർ നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 670 ആ റേഞ്ചിലാണ്. അപ്പൊ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് ഒക്കെ തന്നെയാണ്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്, ബ്രാൻഡഡ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്താ മൊത്തം എംബ്രോയിഡറി ആയിട്ടാ ആണുങ്ങളുടെ ഷർട്ടിലത്. അപ്പൊ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ആണ്, ഇപ്പോഴത്തെ മോഡൽ, ഒരു കൊറിയൻ സ്റ്റൈല്. ആ ഒരു അന്വേഷിച്ച് വരുന്നത് ബാഗി ആയിട്ടുള്ളത്, ഹൈ സ്ലീവ്. ഇത് ഫുൾ ഇങ്ങനെ ലൂസ് ആയിട്ട് കിടക്കണ ടൈപ്പ് ഇപ്പോഴത്തെ ട്രെൻഡി അല്ലേ? അങ്ങനത്തെ മോഡൽ ജസ്റ്റ് കുറച്ച് മോഡൽസ് എടുത്താൽ അല്ലാണ്ട് തന്നെ കുറെ ഉണ്ട്. ഇതൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഐറ്റം വരുന്നുണ്ട് ഈ ഒരു ടൈപ്പൊക്കെ. ഞാൻ എടുത്തരാ ചേട്ടന് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ക്രോഷ്യ അല്ലേ? മോഡലുകളും ക്രോഷ്യ. അപ്പൊ ഇതുണ്ട്. ഇതിന്റെ ഉള്ളില് ഇന്നർ ഒന്നും ഇടരുത്, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട്
വരുന്ന ഒരു മോഡലാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഏകദേശം 680 ആ റേഞ്ച് തന്നെ വരും. ക്രോഷ്യയിലോ അത്ര റേറ്റ്? ആ ഒരു റേറ്റ് തന്നെ നമുക്ക് വരുന്നുള്ളൂ. എന്തായാലും പൊളിച്ചു, ഇഷ്ടപ്പെട്ടു കേട്ടോ മൊത്തത്തില്. അപ്പൊ ഈ കാണുന്നത് മൊത്തം ഷർട്ടിന്റെ ഒരു കളക്ഷൻ ഹാഫ് സ്ലീവ്സ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി അതിന്റെ തന്നെ ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഫുൾ സ്ലീവ്സ് ആണ്, കാഷ്വലി ഫുൾ സ്ലീവ്സ്. അതിൽ ഡെനിമിന്റെ നമുക്ക് നോക്കാം ആദ്യം. ഡെനിമിന്റെ വരുന്ന ലിവൈസ് ഈ പറഞ്ഞ റേറ്റ് തന്നെ വരുള്ളൂ, 1180. MRP ഒക്കെ വരുമ്പോൾ ഡെനിമൊക്കെ വരുമ്പോൾ 3000 മേലെ എന്തായാലും പോകും. കാരണം നമ്മൾ നേരത്തെ അവിടെ കണ്ടത് 3000 MRP വന്നെന്ന് പറയുന്നത് കോട്ടൺ ആണ്. ഡെനിമൊക്കെ വരുമ്പോൾ 3000 മേലെ നമുക്ക് എന്തായാലും പോകും. പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്ന 1180 തന്നെയാണ്. ഓ, അധികം വ്യത്യാസമൊന്നും ഇല്ല. അതിന്റെ കുറച്ച് ഡിഫറെന്റ് പ്രിന്റുകളും അതിന്റെ പാറ്റേൺസ്, ചെക്സ് അതൊക്കെയാണ്. ഇത് റെഡ് ലൂപ്പ് എന്ന് പറയും, ലിവൈസിന്റെ തന്നെ റെഡ് ലൂപ്പ് കൂടിയ ഐറ്റം ആണ്. ഇത് വരുമ്പോൾ 1480 വരും. ഇതിന് MRP നമ്മൾക്ക് അത്രയും വരും, 4000 മേലെ എന്തായാലും ഇതിന് MRP ഉണ്ട്. ഇതിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, 4200 ഇതിന്റെ MRP. 4200 MRP വരുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 1480 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഇത്രയും റേറ്റിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ ബ്രാൻഡഡ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 70-80% ഡിസ്കൗണ്ട് എന്തായാലും എപ്പോഴും വന്നാലും ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 1-2 മാസം 1-2 കൊല്ലത്തിന്റെ എക്സ്പീരിയൻസ് ഒന്നല്ല, ഒരു 13-14 30 വർഷത്തിന് മേലെയായി. പറഞ്ഞത് കുറഞ്ഞു പോയി. 14 30 വർഷത്തിന് മേലെയായി നമ്മളിത് എറണാകുളത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഒരു കടയല്ല, 2 കടയല്ല, മൊത്തം 3 കടയാണ്. ഇത് ഈ മാർച്ച് 27-ാം തീയതി പുതിയൊരു ഷോറൂം, വലിയൊരു ഷോറൂം ഇത്തിരി വിപുലീകരിച്ച് ഈ കഴിഞ്ഞ മാർച്ച് 27-ാം തീയതി. ഇതൊക്കെ ബ്രാഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അവിടെ, അത് ന്യൂ കോട്ടൺ ഫാബും പിന്നെ ശരിക്കും കോട്ടൺ ഫാബാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾക്ക് തൊട്ടപ്പുറം തന്നെ ചെറിയൊരു ഷോപ്പായിരുന്നു. അത് കുറച്ചുകൂടി വിപുലീകരിച്ച് ഇത് ഈ മാർച്ച് 27-ാം തീയതി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. റിനോവേഷൻ ഒക്കെ ചെയ്ത് കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി സൗകര്യം കൂട്ടിയിട്ടുണ്ട്. സൗകര്യം കൂട്ടി എന്ന് പറഞ്ഞാലും റേറ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല, റേറ്റ് ഒക്കെ പഴയ റേറ്റ് തന്നെ. അതെ, അതും പുതിയ സ്റ്റോക്കില്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ റെഡ് ലൂപ്പിന്റെ തന്നെ ആ ഒരു റേറ്റ് തന്നെ സെയിം കേട്ടോ. അതിനെ കുറച്ച് ഡിഫറെന്റ് മോഡൽസ് ഞാൻ ഇപ്പൊ കാണിക്കാണ്. പിന്നെ വരുമ്പോ നേരിട്ട് വരാൻ ശ്രമിക്കാം. അലൻസോളിയുടെ ഫുൾ സ്ലീവ് ആണ്, അലൻസോളിയാണ്. ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, അതും പ്ലസ് സൈസസ് വരെ അവൈലബിൾ. 6XL 7XL സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. പ്ലെയിനിൽ വേണോ? അലൻസോളിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 980 ആ റേഞ്ച് വരുന്നു. ഇത് വരുമ്പോ 1180 സെലക്ട്. ലിനന്റെ ആണ്. ഈ ലിനൻ ക്ലബിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 1380 ലിനന്റെ ഫുൾ ലിനൻ തന്നെയാണ് വരുന്നത്. അത് ലിവൈസിന്റെ 1180 വരും. റേറ്റ് ഒക്കെ കേൾക്കുമ്പോഴേ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. ബെൻടൺ എന്ന് പറയും. ഇത് നമ്മൾ കൊടുക്കുന്നത് 980 ഒന്നുകൂടി പറഞ്ഞേ. UCB യുടെ സാധനം 980 നമ്മൾ കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് റോഡ്സ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡാണ്, 720 വരുള്ളൂ. ഇനി കുറെ പേര് പറയുന്നുണ്ട് ബ്രാൻഡഡ് ആണ്, അത് കോപ്പി ആദ്യം ഇതൊക്കെ. അതല്ല, ഒറിജിനൽ സാധനം. ഒറിജിനൽ ആയിട്ട് 30 വർഷത്തിലേറെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ വിശ്വാസതയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇത്. അത് ഒറിജിനൽ ആണെന്നുള്ളത് തെളിവും കൂടി കാണിക്കാം. കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, 30 വർഷത്തിലേറെ ആയിട്ട് ചെയ്യുന്ന ബിസിനസ് ആണ്. ഇത് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഇതുപോലെ ഇതിന് മുന്നും ഈ ബ്രാൻഡഡ് സർപ്ലസിന്റെ ഒക്കെ വീഡിയോ ചെയ്ത അത് ഉടായ്പാണോ, അതാണ് ഇത്. അതല്ല, ഇത് ഒറിജിനൽ തന്നെയാണ് മക്കളെ. നിങ്ങൾ നേരിട്ട് വന്ന് തൊട്ട് ഫീൽ ചെയ്ത് കൂടുതൽ പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരിട്ട് വന്ന് അനുഭവിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നേരിട്ട് വരണമെങ്കിൽ എങ്ങനെ വരണം? നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ MG റോഡിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ എറണാകുളം മഹാരാജ് സിഗ്നലിൽ നിന്ന് റൈറ്റ്, വടക്കെന്ന് പറയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് തിരിയുക സിഗ്നലിൽ നിന്ന്. ഇവിടെ ആലപ്പുഴ ആ സൈഡിൽ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് P2 ഉഷ റോഡ്, കല്യാണിന്റെ ഓപ്പോസിറ്റ് P2 ഉഷ റോഡ് കയറിയിട്ട് P2 ഉഷ റോഡിന്റെ നോർത്ത് എൻഡിൽ വരിക. ഇത് മഹാരാജ ഗ്രൗണ്ടിന്റെ തൊട്ട് പുറകിലായിട്ട് P2 ഉഷ റോഡ്. P2 ഉഷ റോഡിൽ നോർത്ത് എൻഡിൽ വരുമ്പോ കാണാൻ പറ്റുക. കോട്ടൺ ഫാബ്, ന്യൂ കോട്ടൺ, എന്ത് ചോദിച്ചാലും നമുക്ക് ഡയറക്റ്റ് വിടാം, അല്ലെങ്കിൽ ലൊക്കേഷൻ ഇട്ട് തരാം കേട്ടോ. അപ്പൊ ഈ കാണുന്നത് മൊത്തം ഷർട്ട്സിന്റെ ബ്രാൻഡ് തന്നെയാണ്. ഈ അറ്റത്തൊട്ട് ഇവിടെ നിന്ന് വരുന്നത് ഇത് ഫോർമൽസ് ഐറ്റംസ് ആണ്. ഷർട്ട്സ് തന്നെ ഫോർമൽസ്. അതിനകത്ത് നമുക്ക് പാർക്ക് അവന്യൂ ബ്രാൻഡ് ഉണ്ട്, റെയ്മണ്ട് ഉണ്ടാവും, ആരോ ഉണ്ടാവും, എല്ലാ ബ്രാൻഡ് ഇത് തന്നെ എല്ലാ ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ്. അതും ഒക്കെ സിംഗിൾ പാക്കിങ്ങിലാണ്. അപ്പൊ എല്ലാതും ഫിലിപ്പിയുടെ LPയുടെ സാധനങ്ങൾ ഇതൊക്കെ വരുന്നത് 980, 1080,
ലിനൻ ക്ലബിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1380 ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇതിലേക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുമ്പോൾ ഇത് ഫോർമൽസ് ഒക്കെ വരുമ്പോൾ 980 വരും. 980 പാർക്ക് അവന്യൂ റെയ്മണ്ട് ആയിരിക്കും. റെയ്മണ്ട് അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് കൂടുതൽ വരുന്നത്. 980 വരും. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് ഫോർമൽ പാൻസ് ആണ്. അതേപോലെ തന്നെ റെയ്മണ്ടിന്റെ, ഇന്ത്യൻ ഡയറി, പാർക്ക് അവന്യൂ അങ്ങനെയുള്ള ബ്രാൻഡ്, ആരോ, US പോളോ. അടുത്ത് വന്നാൽ ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങള് ആണെങ്കിൽ പിന്നെ നോക്കിയാൽ അറിയാം ഏകദേശം എന്തൊക്കെയാണ് കളക്ഷൻ വരുന്നത്. ഇതേപോലെ തന്നെ ഫോർമൽസ് വരുന്നത് 980 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. 980 ഉണ്ട്, 1080 വരും, 1230. അത് ഓരോ ബ്രാൻഡിന്. എന്നാലും നമ്മൾക്കൊരു 1500 താഴെ വരും എല്ലാ ഐറ്റംസ് ആണ്. കോട്ടറോയ് മെറ്റീരിയൽ ഇത് കോട്ടറോയിലും ഇപ്പൊ വരുന്നുണ്ട് അല്ലേ? അതിലും ബ്രാൻഡ് വരുന്നുണ്ട്. ബ്രാൻഡുകൾ വരുന്നു. ബ്രാൻഡ് ചെയ്യുന്നത് എല്ലാരും ബ്രാൻഡഡ് തന്നെയാണ് ചെയ്യുന്നത്. ബ്രാൻഡഡ് അല്ലാത്തൊരു സംഭവം ഇല്ല ഇവിടെ ഇല്ല. അതും ഹാൻകർച്ചീഫ് വേണോ, ബെൽറ്റ് വേണോ, ബാഗ്സ് വേണോ, ജാക്കറ്റ്സ് വേണോ, എന്താണെന്നുണ്ടെങ്കിൽ ഓൾ ഐറ്റംസ് ബ്രീഫ്സിലും വരുന്നുണ്ട്. അതൊക്കെ ഒരു സെക്ഷൻ തന്നെ സെക്ഷൻ തിരിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഇതിൽ തന്നെ കോട്ടൺ പാന്റ്സും വരുന്നുണ്ട് അല്ലേ? ഫോർമൽസിൽ കോട്ടൺ വരുന്നുണ്ട്, കാഷ്വൽസിൽ വരുന്നുണ്ട്. കോട്ടൺ പാന്റ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും ഏകദേശം എന്നറിയാം? ഇതൊക്കെ ഒരു 980 ആ റേഞ്ച് തന്നെ വരും. അതും ബ്രാൻഡഡിൽ നോർമൽ തന്നെ ഉണ്ട് അത്യാവശ്യം റേറ്റ്. അപ്പൊ ബ്രാൻഡഡിൽ ഇത്ര റേറ്റ് കുറവിന് കിട്ടുമ്പോൾ പിന്നെ ഓഫ്കോഴ്സ് ബ്രാൻഡഡ് അല്ലേ ചൂസ് ചെയ്യുള്ളൂ നമ്മള്. അപ്പൊ ബ്രാൻഡഡിൽ ഇത് ഫോർമുല. ഇനി ഇവിടെ കാഷ്വൽ പാന്റ്സ് ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ വരുന്നത് കാഷ്വൽസ് ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 980 തൊട്ട് 1230 ഉണ്ട്, 1130 ഉണ്ട്, 1280 ഉണ്ട്. ഇപ്പോൾ ലിനൻ ക്ലബിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1430. പിന്നെ വരുന്നത് ജീൻസ് ആണ്. ജീൻസ് നമുക്ക് 1280, 1380, 1480. ഈ ജീൻസിന്റെ ഈ ഇപ്പോഴത്തെ പിള്ളേര് പറയണ കേക്കില്ലേ നമ്മൾ ഈ ബാഗി മോഡൽ ഉണ്ട്, ലൂസ് ഫിറ്റ് ഉണ്ട്, പാരഷൂട്ട് ഉണ്ട്. എല്ലാ മോഡലുകളും നമ്മൾക്ക് വരുന്നുണ്ട്, അവൈലബിൾ ആണ് അല്ലേ? സ്ക്രബ് ചെയ്ത് വരുന്ന മോഡലുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരം എന്ന് വെച്ചാൽ നോർമൽ പറയുന്ന ഈ പാരഷൂട്ട്, ബാഗി, പിന്നെ ഹൈ വേസ്റ്റ്, അത് ഇത് അങ്ങനെ എല്ലാ ഐറ്റംസ് കിട്ടുന്ന എല്ലാ മോഡലുകളും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ US പോളണ്ട് ഐറ്റം 1280. ലിവൈസ് ആണ്. ഇത് 1380 വരുന്നത്. 1280. സാധാരണ ഇതിന് MRP വരുന്നത് MRP നോക്കുകയാണെങ്കിൽ 3000, 4000 പല റേഞ്ച്. 4000 ശരിക്കും ഷോറൂമിൽ പോയി മേടിക്കുകയാണെങ്കിൽ മിനിമം ഒരു 3000 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. ആ സ്ഥാനത്താണ് നമുക്ക് ഇവിടെ 1280 നമ്മൾ കൊടുക്കുന്നത്. അതും സെയിം ക്വാളിറ്റി, സെയിം ബ്രാൻഡഡിൽ, സെയിം ഒരു മാറ്റവും ഇല്ല അല്ലെ? ഫ്ലൈയിങ് മെഷീൻ്റെ ബാഗി മോഡൽ, കാർഗോ മോഡൽ, കാർഗോ പോക്കറ്റ് വരുന്ന മോഡൽ. ഇത് പ്ലസ് സൈസ് വരുന്നതാണ്. പ്ലസ് സൈസിന്റെ ജീൻസ് നമുക്ക് ജീൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സൈസ് 28 തൊട്ട് ഒരു 60 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ ഷർട്ടുകൾ ആണെന്നുണ്ടെങ്കിലും 6XL 7XL വരെ നമുക്ക് അവൈലബിൾ ആണ്. അത്രയും സൈസ് ഇത്രയും നമുക്ക്. ഇതിപ്പോ ഏതാ സൈസ് വരുന്നത്? ഇതിപ്പോ വരുന്നത് 56 സൈസ് വരെ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനേക്കാളും വെൽത്ത് ഉണ്ട്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ജീൻസ് ഉപയോഗിക്കാൻ, എല്ലാവർക്കും ബ്രാൻഡഡ് ഉപയോഗിക്കണ്ടേ? സ്ലിം ആയിട്ടുള്ളവർ മാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വണ്ണുള്ളവർ മാത്രം യൂസ് ചെയ്താൽ പോരാ. അപ്പൊ വണ്ണുള്ളവർക്ക് വരെ ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ വണ്ണം കൂടിയ അങ്ങനെ പറയല്ല, ഞാൻ സൈസിനെ കുറിച്ച് പറയാം. സൈസിന്റെ ഇതനുസരിച്ച് വരുമ്പോ റേറ്റിന് മാറ്റം ഇല്ലില്ല. റേറ്റ് അതൊക്കെ ആ സെയിം റേറ്റിനാണ്. 1380. ലിവൈസ് ആണെന്നുണ്ടെങ്കിൽ 1380, മറ്റ് 1280, അലൻസോളി, US പോളോ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ. ഞാൻ അത് എടുത്ത് ചോദിച്ചാൽ ഇതിൽ തുണി കൂടുതലുണ്ട്, അപ്പൊ ഇതിനനുസരിച്ച് റേറ്റ് കൂടുമോ എന്താ അറിയേണ്ടത്? ഒരു ബ്രാൻഡിന് ഒരു റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് എപ്പോ വന്നാലും ഈ ഒരു റേറ്റ്. പക്ഷെ ഇത് തന്നെ കിട്ടണം എന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരാളിത് മേടിച്ചോണ്ട് പോയാലും പിന്നെ വേറെ കിട്ടുള്ളൂ അങ്ങനെ. അപ്പൊ ഇത് ജീൻസിന്റെ ഫുൾ സെക്ഷനിൽ ഇതും ഒരു ജീൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ലിവൈസിന്റെ 1380 വരും. കസ്റ്റമറാണ് പൊക്കോട്ടെ. ഒരു റിവ്യൂ പറയാൻ പറ്റുമോ? ഒന്ന് വരോ? പോവല്ലേ, ആളെ വഴിക്ക് പോയി. അപ്പൊ ഇത് ഫുൾ വരുന്നത് നമുക്ക് ജീൻസിന്റെ ഒരു സെക്ഷൻ സൈസുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് പ്ലസ് സൈസുകളാണ്. ഈ പ്ലസ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 60 സൈസ് വരെ കിട്ടുന്നത്. സൈസ് വരെ കിട്ടുന്നു. പ്ലസ് സൈസിന്റെ 40 തൊട്ട് 42, 44, 46. അതില് ജീൻസ് മാത്രമല്ല കോട്ടന്റെ പാന്റ് ഉണ്ട്, ഫോർമലും ഉണ്ട്. അവർക്ക് ഫോർമലും പ്ലസ് സൈസ് അവൈലബിൾ ആണ്. പാന്റ് മാത്രം പോരാ, നമുക്ക് ജീൻസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഒക്കെ ഇടാനായിട്ടുള്ള ഷർട്ട് ഉണ്ട്, ബിഗ് സൈസ്. അതൊന്നും നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ കൂടെ ഇറങ്ങണം അല്ലേ? ഓക്കെ, ഇതിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും വരാം. നമുക്ക് തുടങ്ങിയോടത്ത് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇത് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ ഇപ്പുറത്തെ സൈഡാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് പ്ലസ് സൈസ് ഷർട്ടുകൾ വരുന്നത്. ഷർട്ടുകൾ
ഓ അടിപൊളി. സൈസ് ഇത് 8XL വരും. അപ്പൊ 8XL സൈസിന്റെ ഷർട്ട്സ് 4, 5, 6 തൊട്ട് 8XL വരെ ബിഗ് സൈസ് എല്ലാം. ഇവിടെയൊക്കെ സ്റ്റാർട്ടിങ് വരുമ്പോ എത്ര വരും? ഇവിടെയൊക്കെ വരുന്നത് ഇവിടെ 720 തൊട്ട് സ്റ്റാർട്ടിങ് വരും. എന്നാലും വലിയ വ്യത്യാസം ഇല്ല. പിന്നെ ഇത് ആരോന്റെ വലിയ സൈസ് ബിഗ് സൈസ് വരുന്നത്. ഓ ബിഗ് സൈസ് ഷർട്ട് കേട്ടോ, വെറും 7. ഇതിപ്പോ ആരോ ഒക്കെ വരുമ്പോ നമുക്ക് 1380, 1080 ആ റേഞ്ച് ഒക്കെ വരും. ഓക്കെ 680 തൊട്ട് നമുക്ക് 6. ഇത് ജാക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഇല്ല ഷർട്ട് തന്നെ മോഡൽ വരും. എന്തൊക്കെയാ? ഓ ബാക്കിൽ ഇങ്ങനെ മോഡലാണല്ലേ? ഓക്കെ, ഞാനും വിചാരിച്ചു ജാക്കറ്റ് ടൈപ്പ് ആണെന്ന് വിചാരിച്ചു. ബാക്ക് സൈഡ് എങ്ങനെയാണ് കേട്ടോ, ഇത് ഫ്രണ്ട് സൈഡാ വരുന്നത്. ഓക്കെ, ഇതാണ് ലുക്ക് വരുന്നത്. ബിഗ് സൈസ് ഷർട്ട്സ് അടിപൊളി കേട്ടോ. അപ്പൊ റേറ്റ് പിന്നെ വേറൊരു എന്താ പറയാ, ഓൺലൈൻ ഇല്ല, ആ ഒരു കാര്യത്തിന് മാത്രം ഒരു വിഷമമുള്ളൂ. ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓൺലൈനിന്റെ പരിപാടി. എന്തായാലും ഉടനടി വരും, ഉടനടി പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എന്തായാലും അത് അതിലോട്ട് നമ്മൾ മാറാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. ഞാൻ സ്ക്രീനിൽ നമ്പർ എന്തായാലും അപ്ഡേറ്റ് നമ്മൾ ചെയ്തോളാം. അപ്പൊ ഒന്ന് വിളിക്കുമ്പോൾ ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. അടുത്തുള്ളവരാണെങ്കിൽ നേരിട്ട് വരാം, ദൂരത്തിലുള്ളവരാണെങ്കിൽ വരാൻ പറ്റുന്നവരാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ഒരു പീസ് അയച്ചു തരുമോ അങ്ങനെ ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ചിലപ്പോ നമുക്ക് സാധ്യതയുണ്ട് അവരതിനുള്ള അപ്ഡേറ്റ് നമ്മുടെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പ്ലസ് സൈസിന്റെ പൂക്കള് വേണോ, മിന്നണത് വേണോ, എല്ലാ ടൈപ്പ് മോഡൽ, ചെറിയ ചെക്സ് വരുന്നത് ഉണ്ടാവും, പ്ലെയിൻ ആയിട്ട് വരുന്നതുണ്ട്, എല്ലാ തരം ഐറ്റംസും ബിഗ് സൈസ്. ഈ ഒരു സൈസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യുന്ന വർഷങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കസ്റ്റമേഴ്സിന്. ഈ ബിഗ് സൈസ് മാത്രം വരുന്ന കസ്റ്റമേഴ്സും ഉണ്ട് നമുക്ക്. അതിന് മാത്രമായിട്ട് വരുന്ന അല്ല, ഇത് എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല. ഈ ബിഗ് സൈസ് എന്നൊക്കെ ഈ ഒരു സൈസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല. ഇത് 8XL 4XL സൈസ് ആണ് കേട്ടോ ഇത്. അപ്പൊ 8XL 6XL എന്നൊക്കെ പറയുമ്പോ ഇതിനേക്കാളും വലിപ്പമുണ്ടായിരിക്കും. ചിലത് ഇവിടെ കൊടുത്തേക്കാളും സൈസ് ഉണ്ടാവും. നമ്മള് 4XL എഴുതിയാലും 5XL 6XL ആ ഒരു സൈസ് ഇപ്പൊ ഏകദേശം ഒരു 7XL 6XL 7XL ഒരു വലിപ്പം എനിക്ക് തോന്നി, അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. എന്തായാലും സംഭവം കിടുവായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അപ്പൊ പ്ലസ് സൈസിന്റെ ഷർട്ടിന്റെ ഏരിയ. ടീഷർട്ടിൽ വരുമ്പോ എങ്ങനെയാ, ഏതൊക്കെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്? ടീഷർട്ടിൽ വരുമ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെ ഇപ്പൊ പ്യൂമ അവൈലബിൾ ഉണ്ട്. ഇതൊക്കെ എന്തൊരു സോഫ്റ്റ് ആണെന്ന് അറിയോ? ലൂയിസ് ഫിലിപ്പി ഉണ്ട്, റയർ റാബിറ്റ് ഉണ്ട്. റയർ റാബിറ്റിന്റെ ടീഷർട്ടാണ് ഇതല്ലേ. ഇത് എനിക്ക് തോന്നുന്നത് ഫുൾ ആ ഒരു ബ്രാൻഡ് തന്നെയാണ്. മിക്സിംഗ് ഉണ്ടാവും. ഇനി ഇതിൽ തന്നെ റൗണ്ട് നെക്കുകൾ വരുമ്പോൾ റയർ റാബിറ്റ് ഉണ്ടാവും, പെപ്പേ ജീൻസ് ഉണ്ടാവും. ഇതിലല്ലേ ഇത് ഫുൾ ടീഷർട്ട് ആയിട്ട് അവരെ ഫുൾ കണ്ണത് മൊത്തം അത് തന്നെ അല്ലേ? ഇതൊന്ന് കുറച്ച് നോക്കിയാലോ നമുക്ക്. ഇത് പോളോന്റെ ഏത് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? ഓക്കെ, ഇത് സൈസസ് ഇതിലൊക്കെ എങ്ങനെയാണ്? സൈസസ് ഉണ്ടാവും. സൈസസ് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസസ് വരെ ഉണ്ടാവും. അവൈലബിൾ ആണ്. 520 420 തൊട്ട് നമുക്ക് റൗണ്ട് നെക്ക് ടീഷർട്ട് വരും. ഓക്കെ, കോളറിൽ വരുമ്പോൾ 620 തൊട്ട് കോളറിൽ വരും. അപ്പൊ അതിന്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ കാണിക്കാം. ഇതൊക്കെ ടീഷർട്ട് ആണ് കേട്ടോ വരുന്നത്. അതിന്റെ റയർ റാബിറ്റ് വരുമ്പോൾ നമുക്ക് 620 ആണ് വരുന്നത് റേറ്റ്. ഇതുപോലെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ ബ്രാൻഡഡ് ആണ്. പ്യൂമയുടെ വരുമ്പോൾ 720 വരും. ഇതിന്റെ ഒക്കെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. MRP എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് MRP ഉണ്ടാവും. 2000 രൂപ വരുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്രക്ക് കിട്ടും? ഇവിടെ നമ്മൾ 720 കൊടുക്കുന്നത്. പകുതിനേക്കാളും വില പറയുന്നത് ഒരു 70-80% എന്തായാലും ഡിസ്കൗണ്ട് വരും. അപ്പൊ കുറച്ച് വെറൈറ്റീസ് നമുക്ക് കാണിക്കാം. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. നിങ്ങൾ വരുമ്പോ വേറെ ഐറ്റം ആയിരിക്കും, അതും ബ്രാൻഡഡിലായിരിക്കും. അപ്പൊ നേരിട്ട് വരാൻ ശ്രമിക്കാം. ഇത് വരുമ്പോ പെപ്പേ ജീൻസ് 520 ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. നമ്മളുടെ റേറ്റ് കേട്ടോ, നമ്മുടെ റേറ്റ് മറ്റേ ഷോറൂം റേറ്റ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളുടെ റേറ്റ് 520 ആണ്. കിടക്കട്ടെ, എല്ലാരും അങ്ങോട്ട് ബ്രാൻഡഡ് ഇട്ടുന്നുണ്ട്. അതാണ് കോട്ടൺ ഫാബ് അല്ലേ? അതാണ് കോട്ടൺ ഫാബ്. സാധാരണക്കാർക്കും ബ്രാൻഡഡ് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ടീഷർട്ട് ഇത് കുറെ കാണിക്കാനുണ്ട്, മോഡൽ വെയിറ്റ് വേറൊരു മോഡലാണ്. ഇത് എന്താ വ്യത്യാസം? 880 ബിഗ് സൈസ് വേറൊരു പാറ്റേൺ ആണ്. ഹൈ സ്ലീവ് മോഡൽ വരുന്നത്. 5 സ്ലീവിന്റെ ഹൈ സ്ലീവ് വരുന്നത്. 5 സ്ലീവ് കുറച്ചുകൂടി ഇങ്ങനെ ലൂസ് ആയിട്ട് കൊറിയൻ മോഡൽ ഫിറ്റ്. അപ്പൊ ഇത് മെറ്റീരിയലും വ്യത്യാസമുണ്ട്, അതിനേക്കാളും കുറച്ചുകൂടി കനുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ ടീഷർട്ട് ഒരു 880 നമ്മൾ കൊടുക്കുന്നത്. 880. ഓക്കെ, അപ്പൊ അതിന്റെ കുറെ മോഡൽസ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്, പല മോഡൽസിലുണ്ട്, പ്രിന്റിലുണ്ട്, അങ്ങനെ എംബോസിലുണ്ട്.
ഇങ്ങനെ. അപ്പൊ ഇതൊക്കെ വന്ന് ചൂസ് ചെയ്യാം, നേരിട്ട് വരാം, നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മനസ്സിലിണങ്ങിയത് അതും ഇട്ട് നോക്കി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോകും. ഇനി കോളറിൽ വരികയാണെങ്കിൽ നമുക്ക് കോളറിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 620 670 റേഞ്ച് സ്റ്റാർട്ടിങ് വരും. ഇത് പറഞ്ഞാൽ ലൂയിസ് ഫിലിപ്പാണ്. ഇത് വരുമ്പോൾ നമുക്ക് 790ക്കാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. അലൻസോളി ആണെന്നുണ്ടെങ്കിൽ 770. ഇതൊക്കെ കോളറിൽ കോളർ ഇതിൽ തന്നെ ഫുൾ സ്ലീവ്. ഫുൾ സ്ലീവിന്റെ കാര്യം ചോദിക്കണ്ടല്ലോ, നമ്മൾ ഇട്ടതല്ലേ. ടോമിയുടെ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അതെ, ഇതൊക്കെ വരുമ്പോ എത്ര റേഞ്ച്? ഇതൊരു 980 830 620 സ്റ്റാർട്ടിങ് വരും. 620 ഇതൊക്കെ ഇത് അപ്പുറത്തെ സൈഡാണ്. അപ്പൊ ഇത് തന്നെ US പോളോ എല്ലാം വരും. 790 ആ റേഞ്ച്. 720 ഇക്ക കാര്യമായിട്ട് മടക്കണ്ട്. ഇതെടുത്തോട്ടെ, കുഴപ്പമില്ല. ഇത് എടുക്കണതിനൊപ്പം തന്നെ ഒരു ഹായ് പറഞ്ഞോ. പേര് ചോദിച്ചില്ല? റഷീദ്. റഷീദ് ഇതൊക്കെ ശരിക്കും US പോളോയുടെ ഐറ്റമാണ്. 5XL ബിഗ് സൈസ് സാധനമാണ്. കണ്ടോ, ബാക്കിലും ഉണ്ട്. ഇതൊക്കെ വലിയ സൈസിന്റെ ആണല്ലേ ഈ ഏരിയ മൊത്തം ഇരിക്കണത് അല്ലേ? ടീഷർട്ട്, കോളേഡ് ടീഷർട്ടിന്റെ ഒക്കെ ബിഗ് സൈസ്. പൊളിച്ചു. ബിഗ് സൈസ് അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട, അത് എങ്ങോട്ട് പോന്നോ അല്ലേ? ബിഗ് സൈസിനുള്ളത് 670 ആ റേഞ്ചിൽ തന്നെ നമുക്ക് അതും കൊടുക്കാനും കഴിയും. അതും ഈ റേറ്റിന് ബിഗ് സൈസ്, അതും ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 670 720 ആ റേഞ്ചിൽ തന്നെ നമുക്ക് 790 ആ ഒരു റേഞ്ചിൽ. അപ്പൊ ബിഗ് സൈസ് ടീഷർട്ട്സും അവൈലബിൾ ആണ്, ഷർട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ പൊളിച്ചു ഇട്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആണുങ്ങളുടെ ലെവലാ മാറി അല്ലേ? കണ്ടോ. അപ്പൊ ഇത് 8XL സൈസ് വരെ ഉണ്ട് അല്ലേ? അത് റൗണ്ട് നെക്കിലും ഉണ്ട്, കോളറിലും വരുന്നത്. രണ്ടിലും ഉണ്ട് കേട്ടോ. സെയിം നമുക്ക് നോർമലിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് പോവാം. ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ള് കവർ ചെയ്യാൻ നമുക്ക് ഒരു ദിവസം പോരാതെ വരും. ഒരു ദിവസം പോരാണ്ട് വരും. അത്രയും വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ജേഴ്സി ടൈപ്പ് ടീഷർട്ടുകൾ നമ്മൾ അവിടെ കണ്ടതിന്റെ തന്നെ പ്യൂമയുടെ തന്നെ ജേഴ്സി മെറ്റീരിയൽ വരും. ഇതിപ്പോ രാവിലെ നടക്കാനൊക്കെ പോകുന്നു, ഓടാനൊക്കെ പോകുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ ബ്രാൻഡഡ് ഇട്ടിട്ട് നടക്കണം. ഇപ്പൊ പ്യൂമയുടെ ഇത് 720 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഈ ഒരു ഫുൾ കാണുന്നത് നമുക്ക് ഇതൊരു 1800 2000 ആ ഒരു റേഞ്ചാണ് MRP വരുന്നത്. ആ ഒരു സാധനം നമ്മൾ കൊടുക്കുന്നത് 720 രൂപക്കാണ് കൊടുക്കുന്നത്. സ്ലീവ്ലെസ്സും വരുന്നുണ്ട് കേട്ടോ. ഇതില് സ്ലീവ് ഉള്ളതും വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വന്ന് നോക്കി ചൂസ് ചെയ്യാം. ഈ കാണുന്ന ഫുൾ റാക്ക് മൊത്തം ജെയ്സിയുടെ ടീഷർട്ട്സ് ആണ്. അതും ബ്രാൻഡഡില് അല്ലേ? ഇത് അതുപോലെ അതൊക്കെ തന്നെ ജെയ്സിയുടെ ഷോർട്സുകൾ ഇപ്പുറത്തിരിക്കുന്നത് അല്ലേ? ടീഷർട്ടുകൾ, ഷോർട്സുകൾ അവിടെ ഉണ്ട്. ട്രാക്ക് പാൻസ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുമ്പോ 720 ആ ഒരു റേഞ്ച് 880 ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കും. ഷർട്ട് ഇതിൽ ആരോ ജാക്കറ്റ് കൊണ്ട് നോക്കിയിട്ട് ആരോ മാറ്റിയിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പുറത്തേക്കാണോ ഇപ്പുറത്തോട്ട് കയറാം. ടീഷർട്ടുകളുണ്ട്, ചെരുപ്പുകളും ഉണ്ട് അല്ലേ? ചെരുപ്പുകളുണ്ട്. ഇതും ബ്രാൻഡാണ്. റീബോക്ക്, അഡിഡാസ് ആ ഒരു ബ്രാൻഡ്. ഇതിനൊക്കെ റേറ്റ് ഒക്കെ ഏകദേശം വരുന്നത് 670 നമ്മൾ കൊടുക്കുന്ന റേറ്റ്. ശരിക്കും MRP വരുമ്പോ 1000 എബോക്ക് വരും. കാണുമ്പോ എന്താ സിമ്പിൾ ആണ്, പക്ഷെ ബ്രാൻഡഡ് ആണ്. അതിനനുസരിച്ചിട്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 1300 നമ്മൾ കൊടുക്കുന്നത് 670. അത് ഏത് ചെരുപ്പെടുത്താലും ഈ ഒരു റേറ്റ് തന്നെയാണ്. ബാഗ്സിന്റെ നമ്മൾ ആ ഒരു കൗണ്ടറിൽ നമുക്ക് കവർ ചെയ്യാം. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ജാക്കറ്റിന്റെ ജാക്കറ്റില് അത് ജെസി മെറ്റീരിയൽ. ജെസി മെറ്റീരിയൽ അല്ല ശരിക്കും, നമുക്ക് ഈ റൈഡിങ് ജാക്കറ്റുകൾ ഭയങ്കര തിന്നായിട്ടുള്ളതുണ്ട്, തിക്കായിട്ടുള്ളതുണ്ട് കേട്ടോ. രണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പൊ അതിലത്തെ ഈ ഒരു സൈഡ് ജാക്കറ്റ് മോഡൽ ഇതിലൊക്കെ റേറ്റ് ഏകദേശം 1130 1280 1230 പല റേഞ്ചിൽ. ഇതിന്റെ ഒരു പാന്റും കൂടെ ഇട്ടെ. ഇതിപ്പോ വേണമെന്ന് വെച്ചാൽ നമുക്ക് സിംഗിൾ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നുണ്ട്. സിംഗിൾ ഇത് 880 വരും. ഇത് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കിട്ടൂല. ഇപ്പോ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിംഗിൾ റേറ്റ് ഇത് ഇപ്പൊ 1280 ആ റേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഇത് 880 ആ ഒരു റേഞ്ചിൽ ഇതായിട്ട് പെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ്. സിംഗിൾ വേണമെങ്കിൽ സിംഗിളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ അതിന്റെ ആയിട്ട്. ഇനി ഇപ്പുറത്ത് ജാക്കറ്റ്, ഈ സൈഡ് ജാക്കറ്റ് മെയിൻ ആയിട്ട് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് കാനഡ UK രാജ്യങ്ങളോട് -ഡിഗ്രി തണുപ്പുകൾ
വരുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ആ ഒരു രാജ്യങ്ങളിലോട്ട് പോകുന്നത് മെയിനായിട്ട് ഈ ഒരു ജാക്കറ്റ് വാങ്ങാൻ. ഇത് ഫുള്ള് ആണുങ്ങളുടെ കാണിക്കുന്നത്, പെണ്ണുങ്ങളുടെ വേറെ ഉണ്ട്. അത് ജാക്കറ്റും അതൊക്കെ ഇതൊക്കെ കോമൺ ആണ്. അതിപ്പോ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരേപോലെ തന്നെയാണ്. നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ചപ്പൽസിന്റെ സൈസ് തിരിച്ച് ഇവിടെ ഇത് ഫുൾ അതില് സൈസസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? സൈസ് തിരിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 7 തൊട്ട് 11, 12 സൈസ് വരെ ഉള്ളത്. 12 സൈസ് വരെ ഉണ്ടാവും. 11, 12 ഉണ്ട്. ഓ 12 സാധാരണ 10, 11 വരെ ഒക്കെ കേട്ടിട്ട് 11 വരെ നമ്മൾക്ക് എന്തായാലും അവൈലബിൾ ആണ്. അപ്പൊ 12 വരെ എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഞാൻ പെട്ടെന്ന് എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ബ്രാൻഡഡ് ആണ്, പിന്നെ ഓൺലൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് തന്നെ വന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹുഡീസ്, ഫുൾ സ്ലീവ് ടീഷർട്ട്സ് ആണ്. ഇവിടെ ഉണ്ടല്ലോ, ഇത് നോക്കാം നമുക്ക്. ഇതാകുമ്പോ കുറച്ച് കട്ടി കൂടിയ ടൈപ്പ് ടൈപ്പ് ഈ ഒരു ഹുഡീസ് മോഡൽ ഇപ്പൊ തണുപ്പത്തൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഇവിടത്തെ ഒരു കാലാവസ്ഥയിൽ ഇപ്പൊ മൂന്നാറൊക്കെ പോകുന്ന ടൈമിൽ ഇങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യും. ഇത് നമുക്കൊരു സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു 620 തൊട്ട് നമുക്ക് ഇത് സ്റ്റാർട്ടിങ് വരും. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 620 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സ്റ്റാർട്ടിങ് ഇത് 620 ആണോ? 620 രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹുഡീസ് കൊടുക്കുന്നത്. ബ്രാൻഡ് പറയുമ്പോൾ ലിവൈസിന്റെ ബ്രാൻഡുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു 1380, 1230 ആ ഒരു റേഞ്ചിൽ വരും. ഇപ്പൊ ലിവൈസ് ബ്രാൻഡാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 1230 കൊടുക്കുന്നത്. ഇത്ര റേറ്റ് ഉള്ളൂ. അപ്പൊ ഇത് ഫുൾ ഹുഡീസിന്റെ അല്ലേ? ഹുഡീസ്, ഫുൾ സ്ലീവ് ടീഷർട്ട്സ്. അപ്പൊ ഫുൾ സ്ലീവ് എടുത്തത് എവിടുന്നായിരുന്നു നമ്മൾ എടുത്തത്? അത് ഈ ഭാഗം അല്ലേ? ഇതിനൊക്കെ റേഞ്ച് 620 ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. ഒരെണ്ണം എന്തായാലും എടുത്ത് നോക്കണം. 620, 670, 720 ആ ഒരു റേഞ്ച് തന്നെയാണ് നമ്മൾ ഫുൾ സ്ലീവ്. അതും ബ്രാൻഡഡിന്റെ കാര്യം പറയുന്നത്. എല്ലാം ബ്രാൻഡഡ് അല്ലാത്ത ഒരു ഐറ്റവും നമ്മൾ കൊടുക്കുന്നില്ല. ബ്രാൻഡഡ് തപ്പണവർക്കാണെങ്കിൽ ഇവിടെ എന്തായാലും 980, 1180 ആ ഒരു റേഞ്ച് വരും. 620 നമ്മൾ എന്തായാലും സ്റ്റാർട്ടിങ് വരും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഫുൾ കാണുന്നതും ഹുഡീസിന്റെ ഒരു സെക്ഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ തീരുന്നില്ല. ഇത് അല്ല, ടർക്കിയും ബ്രാൻഡഡിലാ? ടർക്കി ബ്രാൻഡഡ് അല്ല, സർപ്ലസ് ഐറ്റംസ്. ഓക്കെ, ഇത് സർപ്ലസ് ഐറ്റംസ് ടർക്കീസും അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിനി ഒരു സെക്ഷൻ മിസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് എൻട്രി. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ ആക്സസറീസ് തൊട്ട് എല്ലാതും ഉണ്ട്. ബാഗ്സ് ഉണ്ട്, പ്യൂമയുടെ ബാഗ്സ് ഒക്കെയാണ് നമ്മളൊരു 50% ഓഫറിലാണ് കൊടുക്കുന്നത്. പ്യൂമര ഇപ്പൊ സ്കൂള് തുടങ്ങുന്ന സമയമാണ്, വേഗം വന്ന് മേടിച്ചോ. 50% ഓഫ് ഉണ്ട്. 3000 രൂപയൊക്കെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ 3000 രൂപയാണ് ഇതിന്റെ MRP. നമ്മൾ കൊടുക്കുന്നത് 1500 രൂപക്കാണ് കൊടുക്കുന്നത്. അതും പ്യൂമര ബാഗ്, സ്കൂൾ ബാഗ് ഏത് റേറ്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ 50% ഓഫിലാണ് ബാഗ്സിൽ കൊടുക്കുന്നത്. അയ്യോ, എനിക്ക് ഹൈറ്റ് ഇല്ല. പിന്നെ ക്യാപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓഫറിൽ തന്നെ കൊടുക്കുന്നത്. ഇതും അർമാനി, പ്യൂമ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. അതൊക്കെ ഒരു 420, 470 റേഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാപ്സ്, പെർഫ്യൂംസ്, പ്യൂമയുടെ ഒക്കെ തന്നെയാണെങ്കിലും 1000 ആ റേഞ്ച് വരും റേറ്റ്. 899 പ്യൂമ തന്നെ അല്ലേ? ഓക്കെ. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 470 കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ? നെക്ക് പില്ലോ ഉണ്ട്. നെക്ക് പില്ലോ വരുന്നത് 670 ആണ്. നമുക്കിപ്പോ ലോങ് ട്രാവൽ പോയാണെന്നുണ്ടെങ്കിൽ. ഇതേതാ ബ്രാൻഡ് വരണേ? ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ഇത് പിന്നെ നമുക്ക് സോക്സ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ജോക്കി ബ്രാൻഡ്, ഇതൊക്കെ കമ്പനി ഡയറക്റ്റ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ചുകൂടി കാണിക്കാനായിട്ട് തെർമൽ വെയേഴ്സ് ഉണ്ട്. ഓക്കെ, അതിലൊരു 2 പീസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പുറത്തോട്ടുള്ള കാനഡ, UK അതിലൊക്കെ പോകുമ്പോൾ തണുപ്പത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ പാൻറ് ഉണ്ടാവും, ടോപ്പും ഉണ്ടാവും. കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റില്ല. ഇത് പുറത്തേക്കുള്ള UK, കാനഡ അങ്ങനെയുള്ള തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ പോകുന്നവരാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിന്റെ ടോപ്പ്, പിന്നെ അതിന്റെ തന്നെ പാൻസ് വരും. അപ്പൊ ശരിക്കും ആക്ച്വൽ ലുക്ക് ഇങ്ങനെയായിരിക്കും ഇട്ട് വരുമ്പോ അതിൽ ഷെയ്ഡ്സും ഇന്നറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്നറായിട്ട് വന്നിട്ട് ഇതിന്റെ മോള് ഹുഡീസോ ജാക്കറ്റ്സോ യൂസ് ചെയ്യും. അതിന്റെ തന്നെ പാൻറ് വരും. ഇതിനൊക്കെ ഏകദേശം റേറ്റ് 635 ആ ഒരു റേഞ്ച് തന്നെ വരും. വാനുസം വരുമ്പോൾ റേഞ്ച് ഇത്തിരി കൂടും, 1000 എബോ പോകും. ഇതിപ്പോ
ആ തെർമലിൽ തന്നെ വാന്യൂസിന്റെ പാന്റ് ആണ്. ഇത് യൂണിസെക്സ് അല്ലെങ്കിൽ ബോയ്സിന് മാത്രമായിട്ടാ? ഇത് കോമൺ ആണ്. കോമൺ ആണ്, രണ്ടുപേർക്ക് യൂസ് ചെയ്യാം. വുമൺ ഉണ്ടാവും, വുമൺ ഉണ്ടാവും, വുമണും മെന്നും ഉണ്ടാവും. മെന്നും ഉണ്ടാവും കേട്ടോ. അത് സെപ്പറേറ്റ് നമ്മൾ ബോക്സുമ്പോ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെ മെൻ വുമൺ എന്നുള്ളത് ബോക്സുമ്പോ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ അതിനനുസരിച്ച് എന്തായാലും ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാതും ഉണ്ടെന്നാ പറയുള്ളൂ. ഇല്ല എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല. ഇനി നോർമൽ ആയിട്ടുള്ള ബോക്സ് സൈസ് ഉണ്ട് നൈറ്റ് ആയി ഉപയോഗിക്കുന്ന. അതൊക്കെ ഒരു 270 295 സ്റ്റാർട്ടിങ് വരും. US പോളോഡ് ഐറ്റം 435 വരും. 435 ഇന്ത്യൻ ടെറൈൻ്റെ ഐറ്റം ഉണ്ട്. ഇത് വരെ ഇന്ത്യൻ ടെറൈന് ഇത് 370 വരും. അപ്പൊ ഇത് നോർമൽ കാഷ്വൽ ആയിട്ട് നൈറ്റ് ഡ്രസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ അത്യാവശ്യം പുറത്ത് നടക്കാനായാലും രാവിലെ നടക്കാൻ പോകാനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സെക്ഷൻ പിന്നെ എന്ന് വെച്ചാൽ ആരോടെ തന്നെ നമ്മൾ പ്രീമിയം ഐറ്റം ആണ്. ഓക്കെ, ഇത് വരുമ്പോൾ നമുക്കൊരു 1380 പോവാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. പ്രീമിയം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 2000 മുകളിലേക്ക് പോകുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇതേപോലെ പ്രീമിയം ഐറ്റം ഇപ്പൊ 4000 സംതിങ് ആണ് ഇതിന്റെ MRP വരുന്നത്. 4300 അതിന്റെ 4300 കൊടുത്തോണ്ടിരിക്കുന്നത് 1380 ആണ്. 4300 MRP വരുന്നത് ഇവിടെ 1380 കേട്ടോ. അപ്പൊ അതിൽ പല മോഡൽസ് ഉണ്ട്, സൈസസും അവൈലബിൾ ആണ്. പ്ലെയിൻ ഉണ്ട്, ചെക്സ് ഉണ്ട്, അതെ, പ്രിന്റഡ് വരുന്നുണ്ട്. ഇതൊക്കെ ആരോ ബ്രാൻഡിന്റെ അല്ലേ? ആരോടെ പ്രീമിയം ഐറ്റം ആണ്. ഇത് പ്രീമിയം ഐറ്റംസ് കേട്ടോ. അപ്പോൾ സൈസസും അവൈലബിൾ ആണ്. നേരിട്ട് വരിക, വന്ന് ചൂസ് ചെയ്യുക. ഓൺലൈൻ ഇല്ലാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ വന്നാൽ നിങ്ങൾ എന്തായാലും വെറും കൈയോട് പോവില്ല, നിറയെ കൈയോടെ സാധനങ്ങളായിട്ട് പോകുള്ളൂ. അത്രയും അതും അഫോർഡബിൾ റേറ്റിന് ഷോറൂമിൽ പോയിട്ട് നമുക്ക് 2-3 പീസ് എടുക്കുന്ന റേറ്റിന് നമുക്ക് ഒരു സഞ്ചി നിറയെ സാധനങ്ങളായിട്ട് ഇവിടെ പോവാം. അതും കോട്ടൺ ഫാബ്രിക്. ഇപ്പൊ കോട്രോയില് തന്നെ ഇത് പാന്റ്. അപ്പൊ നേരത്തെ നമ്മൾ കോട്രോയി കാണിച്ചതോ? പാന്റ് അത് ഫോർമൽ ആയിരുന്നു. കാഷ്വൽ കാർഗോ മോഡൽ. ഓക്കെ, കാർഗോ പാന്റ്സ് ആണ് ഇത് കേട്ടോ. ഇത് ഫോർമലില് കോട്ടണില് വരുന്നുണ്ട്, ബ്രാൻഡഡ് തന്നെ വരുന്നുണ്ട്. കാർഗോ പാന്റ്സുകളാണ്. ഇത് വരുന്നത് 1330 1280 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഇതും ഇത് പറഞ്ഞിട്ട് തന്നെ MRP വളരെ കൂടുതലായിരിക്കുള്ളൂ. ഇതിൽ അടിയില് റിബുള്ളതും വരുന്നുണ്ട്, റിബില്ലാത്ത മോഡലും വരുന്നുണ്ട്. അപ്പൊ പാൻസിന്റെയും വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ മനസ്സിൽ എന്തൊക്കെയാണ് ആഗ്രഹിച്ച് വരുന്നതൊക്കെ ഇവിടെ കിട്ടും. ഈ മോഡലുകളുണ്ട്. ഇത് ഗ്യാസ് ബ്രാൻഡിന്റെ അല്ലേ? അതൊക്കെ എന്ത് റേറ്റ് ഒക്കെ? അതൊക്കെ 1280 1130 ആ റേഞ്ച് തന്നെ വരും. ഓക്കെ, 1080 990. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേര് കണ്ടു കഴിഞ്ഞാൽ റാഞ്ചി കൊണ്ട് പോകുന്നു പറയില്ലേ, ആ ഒരു സംഭവമാണ്. ഇത് G-Starന്റെ ആയിട്ടാണ്. പിള്ളേരെ വേഗം പോന്നോ, 1780 ഇതാണ് നമ്മൾക്ക് കൊടുക്കുന്നതിൽ ഇത്തിരി റേഞ്ച് ഉള്ളത്. G-Star ആണ്, 1780 വരും. ഇതാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കൂടിയ ഐറ്റംസ്. അതാ പറഞ്ഞ പിള്ളേര് കണ്ടു കഴിഞ്ഞാൽ ഇത് വിടില്ല. അപ്പൊ തന്നെ പറഞ്ഞാൽ പിള്ളേര് കൊത്തിക്കൊണ്ട് പോകാൻ മാതിരി ഐറ്റംസ് ആണല്ലേ. അപ്പൊ ആക്ച്വലി ഇത് ഇവിടെ തീരുന്നില്ല. എന്തായാലും നിങ്ങൾ വന്നോക്കെ ജസ്റ്റ് ഒരു ഹിന്റ് മാത്രം ഞാൻ തന്നിട്ടുള്ളൂ. ഇനി നമുക്കൊരു ബാഗിന്റെ ഒരു സെക്ഷൻ കൂടി അവിടേക്ക് നമുക്ക് ലേഡീസ് ബാഗ്സ് ഉണ്ട്. ബാഗ്സിന്റെ സെക്ഷൻ ആണ്. ബാഗ്സ്, ട്രോളി ബാഗ്സ്, ബെൽറ്റ് എല്ലാം ഉണ്ടെന്ന്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എത്ര വരും? സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇപ്പൊ വാലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 620 570. അതും ബ്രാൻഡിന്റെ കാര്യം പറയണത്. വാലറ്റുകൾ ഇപ്പൊ ഇത് ക്യൂട്ട് സോളി ഉണ്ടാവും, US പോളോ ബ്രാൻഡുകൾ ഉണ്ടാവും. പൗച്ചുകൾ ഉണ്ട്, അതൊക്കെ 295 വരും, 450. ഇതൊക്കെ പല റേഞ്ചാണ്, പല റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു വാലറ്റൊക്കെ വരുമ്പോൾ ഒരു 570 620 ആ റേഞ്ചിൽ വരും. ഇവിടെ നിന്ന് നോക്കാം നമുക്ക്. ഇതൊക്കെ സ്കൂൾ ബാഗ്സ് ആണ്, ബാഗ്സ് ആണ്. അവിടെ കണ്ടതിന്റെ തന്നെ വേറെ വെറൈറ്റീസ് ആണ്. പിന്നെ MRPയുടെ 50% ഓഫ് എല്ലാതും. ഇതൊക്കെ ട്രോളി ബാഗ്സ് വരുമ്പോ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പോരുന്ന 3000 ആ റേഞ്ച് വരും. ഒരു മീഡിയം ടൈപ്പ് ആണെങ്കിൽ 4000. ഇത് 4600 4950 ആ റേഞ്ച് വരും. അങ്ങനെ ഇതൊക്കെ ചെറുത് ഇതൊക്കെ സർപ്ലസ് തന്നെയാണ്. ഇനി ഇവിടെ ലെതർ ബാഗ്സ് വരുന്നുണ്ട്. ലെതർ ബാഗ് ഉണ്ട്, സൈഡ് ബാഗ്സ് ഉണ്ട്. ഇതൊക്കെ 1750. അത്രേ ഉള്ളൂ ലെതറിന്. ഇതിനൊക്കെയാ ജസ്റ്റ് ഏകദേശം ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷ.
ഇത് വരുന്നത് 495 ആണ്. 495 അതും ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ കുറേ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ക്ലോത്ത് ടൈപ്പ് ആയിട്ടുള്ളത് വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ. ഇത് ലാപ്ടോപ്പ് ആണെന്ന് തോന്നുന്നു. ലാപ്ടോപ്പ് ബാഗ്സ് ആണ് കേട്ടോ. ഓഫീസ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അത് ലഞ്ച് ബാഗ് ആയിട്ട് വരുന്നത്. അത് ഞാൻ പെട്ടെന്ന് എടുത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സ്കൂളിൽ തുറക്കണ സമയമാണ്. ലഞ്ച് ബാഗ് അന്വേഷിക്കുന്നവരുണ്ടാവും. അതൊക്കെ ഒരു 395 ആ റേഞ്ച് ഒക്കെ വരും. അതും സർപ്ലസിൽ കേട്ടോ. അതിന്റെ പല മോഡൽസ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പല പല മോഡൽസ് ആണ് ലഞ്ച് ബാഗിൽ കേട്ടോ. അപ്പൊ ആ ഒരു വെറൈറ്റി ആയില്ലേ. പിന്നെ ബെൽറ്റുകൾ വരുന്നുണ്ട്. ബെൽറ്റുകൾ 620. ഇത് യൂണിസെക്സ് ആണോ അല്ലെങ്കിൽ മെൻസിനുള്ളത് മാത്രമാണ്? ലേഡീസിനുള്ളത് നമുക്ക് മേളില് അത് മോളിലാണ്. ലേഡീസിന്റെ പിള്ളേരുടെ അവർക്ക് സെപ്പറേറ്റ് ഒരു റെസ്പെക്ട് കൊടുത്തിട്ട്. ഇവിടെ വരുന്ന ലേഡീസിന്റെ ബാഗ്സ് വരുന്നുണ്ട്, ലെതർ ബാഗ്സ് ഉണ്ട്. വാവ്. വരുന്നത് 1320. അത്രേ റേറ്റ് വരുന്നുള്ളൂ. പല മോഡൽസ് ഉണ്ട്. എല്ലാതും എടുത്ത് കാണിക്കാൻ പോസിബിൾ അല്ല. വന്ന് ഇഷ്ടപ്പെട്ട് നോക്കി ഫീൽ ചെയ്ത് എടുക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിൽ നമുക്ക് പല സൈസസും അവൈലബിൾ ആണ്. ബാക്ക് ബാഗ്സിലുണ്ട്, ലെതർ ബാഗ്സ് ഉണ്ട്, സ്മോൾ പൗച്ചസ് പല റേഞ്ചിലുണ്ട്. അതെ, സ്മോൾ പൗച്ചസ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ അത് പല മെറ്റീരിയൽസിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടി വലിയ ടൈപ്പ് ലെതറിന്റെ ആണ്. അത് ലെതറിന്റെ. ഇത് ലെതർ. നമ്മള് കുറച്ച് ഐറ്റംസ് ഓഫറിൽ 500 ആ റേഞ്ച് വരുള്ളൂ. എത്ര? 500 600 ഓഫർ റേറ്റ് ആണ്. അത്രേ ഉള്ളൂ? ആ, നോർമൽ നമ്മളൊരു നോർമലിന്റെ പ്രൈസ് തന്നെയായി. അത്ര വലിയ റേറ്റ് ഒന്നും പറയാനില്ല. ഇത് ഈ ഒരു സെക്ഷൻ വരുന്ന ഓഫർ ബാഗ്സ് ആണ്. ഓക്കെ, നമ്മൾ 500. ഇത് എപ്പോഴും ഉണ്ടാവും ഈ ഒരു സെക്ഷൻ? ഒരുവിധ ടൈമില് ഇപ്പൊ ഉണ്ട് എന്തായാലും. നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇതുണ്ട്. ഓക്കെ, ഇതൊക്കെ നോക്കി നല്ല ക്യൂട്ട് ആയിട്ട്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ പിടിച്ചത് തന്നെ ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് റോയൽ ലുക്കൊക്കെ നമുക്ക് ഇതില് ഫീൽ ചെയ്യുന്നുണ്ട്. ഇട്ട പോലെ ഇരിക്കും. അതാണ് ആ ഒരു ബ്രാൻഡിന്റെ മാറ്റം കേട്ടോ. ഓക്കെ, അപ്പോ ഇതില് ക്യൂട്ട് ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് വേറൊരു 500 ഓഫറിൽ വരുന്നത്. ഓഫർ റേറ്റ് വരുന്നതാണ് 500 കാണുന്നതൊക്കെ ഓഫർ റേറ്റ് വരുന്നത്. അപ്പൊ ഈ കാണുന്ന ഏത് ബാഗ് എടുത്താലും 500 600 വരുന്നത് ഓഫർ റേറ്റ് ആണ്. ഓഫർ റേറ്റിന്. ഓക്കെ, ഇത് വരുമ്പോ 940. ഇത് ഇപ്പോഴത്തെ ഈ ട്രെൻഡി പിള്ളേർക്ക് പറ്റിയിട്ടുള്ള ഒരു ഐറ്റം. സമ്മർ വൈബ്സ് തന്നെയാണ് അത് കോട്ട് ചെയ്തേക്കുന്നത്. അതെ, ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് സമ്മർ ആയാലും മഴയത്തായാലും ഇത് ഉപയോഗിക്കട്ടെ. ആരും ഒന്നും പറയില്ല അല്ലേ? ആരും ഒന്നും പറയില്ല. ഇത് ഈ ടൈപ്പും ഉണ്ട് അല്ലേ? ഇത് ക്രോഷ്യ തന്നെയാണ്. ക്രോഷ്യ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇതില് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് അല്ല ആക്ച്വലി, അങ്ങനെ പറയാൻ പാടില്ല. ഇത് ബ്രാൻഡഡ് ആണ്. അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി, അതിൻ്റെതായിട്ടുള്ള പേര് ഇതിന് പറയും. പക്ഷെ അതെനിക്ക് അറിയില്ല. എന്തായാലും ക്രോഷ്യ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ്. അപ്പൊ ബാഗിന്റെ സൈഡ് ബാഗ്സ് ലെതർ വരുന്നുണ്ട് 1750, ആ റേഞ്ച് 4800, അങ്ങനെ ആ റേഞ്ച് ഇപ്പൊ പല റേഞ്ചിൽ വരുന്നുണ്ട്. പല റേഞ്ചിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബാഗ്സിന്റെ ഒരു സെക്ഷനായി. അപ്പൊ ഇനി നമുക്ക് ജെന്റ്സിന്റെ സെക്ഷൻ അല്ല, ലേഡീസും കിഡ്സും ഉണ്ട്. ഇനി അതും ബാക്കിയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ പോവാം. അടുത്തതായിട്ട് ലേഡീസ് സെക്ഷനിൽ നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ലേഡീസിന്റെ സെക്ഷൻ. അപ്പൊ ജീൻസ് ആസ് യൂഷ്വൽ എല്ലാ ബ്രാൻഡുകൾ വരുമ്പോൾ ലിവൈസ് ഒക്കെ വരുമ്പോൾ 990 വരും. സെയിം ആ ഒരു ആണുങ്ങളുടെ റേറ്റ് അല്ല, ലേഡീസ് വരുമ്പോൾ നമുക്ക് 9000 താഴെ. റേറ്റ് കുറച്ചുകൂടി കൂടുതൽ അല്ല, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് താഴത്തെ വെച്ച് നോക്കി കമ്പയർ ചെയ്താൽ ഈ MRP വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഒരുപാട് കുറവ് വരും. കാരണം 3500 രൂപയാണ് ഇപ്പൊ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജീൻസ് ലിവൈസ് ആണ്. അത് 3500 ആണ് അതിന്റെ MRP വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് 990 കൊടുക്കും. അത് ഹൈ റേസിന്റെ ഉണ്ട്. പിന്നെ റാംഗ്ലറിന്റെ കാണും. ഓക്കെ, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മോഡൽസ് ഇങ്ങനെ കാണിച്ചു പോവാട്ടോ. ഇവിടെ ഇരിക്കണത് കാണിക്കാം, അല്ലാണ്ട് കുറെ ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് കുറച്ച് മോഡൽസ്, എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്, സൈസസ്, അതൊക്കെ നോക്കിക്കോ. അപ്പൊ നമ്മൾ ലീയുടെ ഐറ്റം ആണ്, ലീ ബ്രാൻഡാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 880 കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റാംഗ്ലർ ഇതും നമ്മൾ 880 തന്നെയാണ് കൊടുക്കുന്നത്. 880 ഏതെടുത്താലും 880 അങ്ങനെ പറയുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു റേഞ്ചിൽ 1000 എബോവ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ ബ്രാൻഡുകളിൽ തന്നെ സോള എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. അതിന് 1000 എബോവ് വരും. ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിലും ലിവൈസിന്റെ തന്നെ സ്ക്രാച്ച് മോഡലൊക്കെ വരും. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. അത് കൂടാണ്ട് ഈ സൈസസ് ഒക്കെ എങ്ങനെ വരാം? ലേഡീസ് സൈസ് എല്ലാ സൈസും
അവൈലബിൾ ആണ് അല്ലേ? 38, 40. ഇതില് നമ്മുടെ പച്ച മലയാളത്തിൽ പറയണ കീറിയതും പൊളിഞ്ഞതും എന്നൊക്കെ പറയും, പക്ഷെ ശരിക്കും സ്റ്റാൻഡേർഡ് ഭാഷയിൽ പറയുന്നത് സ്ക്രാച്ചസ് എന്ന് പറയുന്നത്. സ്ക്രാച്ചസ് അതിന്റെ തന്നെ ബാഗി ടൈപ്പ് ഉണ്ട്. ഇത് സെക്കൻഡ് ബാഗി കാർഗോ മോഡൽ ജെൻസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇതില്ലേ, ഇത് ബാഗി ടൈപ്പ്. ഓക്കെ. എല്ലാ മോഡലുകളും നമുക്ക് അവൈലബിൾ ആണ്. കാർഗോ പാന്റ് മോഡൽ അവൈലബിൾ ആണ്. ഇതൊക്കെ മെറ്റീരിയൽ മാറിയിട്ടാ, അതിനനുസരിച്ച് കോട്ടന്റെ ഉണ്ട് അല്ലേ? കോട്ടൺ ടൈം ഉണ്ട്, കാർഗോ മോഡൽ. കാർഗോ മോഡൽ ഇതൊക്കെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ ടീനേജ് തൊട്ട് അങ്ങോട്ട് കയറിയ എത്ര സൈസ് എത്ര വയസ്സ് വരെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൂസ് ഫിറ്റിലല്ലേ? ഓക്കെ. അപ്പൊ സോളോര ഉണ്ട് അല്ലേ? സോള എന്ന് പറയുന്നത് അത്യാവശ്യം ഇന്ത്യൻ ബ്രാൻഡുകളിൽ നല്ല ബ്രാൻഡ്. ഒരു റിവ്യൂ എടുത്തോട്ടെ, കാണിക്കാൻ പറ്റേ? ഒരു റിവ്യൂ എടുത്തോട്ടെ. അല്ല പിന്നെ കണ്ട, ഇതാണ് വൈബ്. ഇങ്ങോട്ട് നീങ്ങുന്നാണോ? എങ്ങനെയുണ്ട് ഇവിടെ കളക്ഷൻസ് ഒക്കെ? ഇഷ്ടപ്പെട്ടത് കിട്ടിയോ? ഇഷ്ടപ്പെട്ടത് കിട്ടി. എനിക്ക് ഇഷ്ടമായി തന്നെ. ലൈക്ക് നമ്മള് ട്രെൻഡിയാണ്, ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടപ്പോഴാണ് ഞാൻ വേഗം ഓടി വന്നത്. എൻ്റെ മൊത്തത്തിൽ എപ്പോഴും ഇവിടെ തന്നെ വന്ന് എടുക്കാറ്? ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് ഞങ്ങള് ഇവിടുത്തെ ഓൾഡ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അവിടെ എങ്ങനെയുണ്ടായിരുന്നു? അവിടുത്തെ പോട്ടെ, ഇപ്പൊ വന്ന ഇവിടുത്തെ പ്രസന്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് റേറ്റ് വൈസും അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, വിചാരിച്ച സൈസൊക്കെ കിട്ടിയോ? 3 എണ്ണം എടുക്കാൻ വന്ന് ഞങ്ങൾ 9 എണ്ണം എടുത്തിട്ടാ പോണേ. ഒന്നുകൂടി കേട്ടില്ല. 3 എണ്ണം എടുക്കാൻ വന്ന് ഞങ്ങള് 9 എണ്ണം എടുത്തിട്ടാ പോണേ. ഇനി ഞാനൊന്നും പറയാനില്ല. നിങ്ങൾ ഇവിടെയുള്ളവരാണോ? ഓഫീസ് ഇവിടെ അടുത്ത. അതെ. വർക്ക് ഞാൻ +2 അമ്മ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. കണക്കുകൾ ഇനി എന്താ പറയാ, 3 എണ്ണം എടുക്കാൻ വന്നോടത്ത് 9 എണ്ണം കണക്ക് മൊത്തത്തിൽ അങ്ങോട്ട് തെറ്റിട്ടിരിക്കണത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും പേര്? ബിന്ദു. ഗൗരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. വാല്യുബിൾ റിവ്യൂ ആണ് കേട്ടോ തന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ സെയിം ആ ഒരു പല പല മോഡലുകളാണ്. പാന്റിൽ ചെക്സ് വരുന്നത്, ലൈൻസ് വരുന്നത്, നമുക്ക് എല്ലാവരും നമ്മൾക്ക് ഇതൊന്ന് കാണിക്കണമെന്നുണ്ട്. ഇപ്പൊ പിള്ളേര് ഇതൊന്ന് തുറന്നോളൂ. ഈ ഒരു പാറ്റേൺ വരുന്നത് ഫുൾ സ്ട്രെച്ച് വരുന്നത്, ലൈൻസ് ആ ഒരു മോഡൽ, ചെക്സ് മോഡൽ വരുന്നത്. അപ്പൊ ചെക്സ് കളേഴ്സ് പല കളേഴ്സ് വരുന്നുണ്ട്. ഈ കാര്യം കൂടി എടുത്ത് പറയണം. കുറെ പേര് കളേഴ്സ് കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. കാർഗോ മോഡല് ബാഗി ആയിരിക്കുള്ളൂ. ഇപ്പോഴത്തെ മോഡൽ പാൻസ് ലൂസ് ഫിറ്റ് മോഡൽ തന്നെ കാർഗോ. ഇപ്പോഴത്തെ പിള്ളേരുകളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഈ വക സംഭവങ്ങളൊക്കെ. അപ്പൊ ആ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള ടോപ്പ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ടീഷർട്ട്സ് അതും അവൈലബിൾ ആണ്, കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഖാദി കോട്ടൺ. ഇത് ഒരുവിധം മിക്ക ലേഡീസിന്റെ കയ്യിലുണ്ടാവും. അതാ ഇതിന്റെ ഫാനാണ് എല്ലാവരും. ഒരുവിധം മിക്ക ലേഡീസിന്റെ ഖാദി കോട്ടണിലാണ്. ഇതിന്റെ റേറ്റ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് വരുന്നത് 920. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. സൂപ്പർ. ഇതിന് തന്നെ കുറെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ. ഖാദി പാന്റും അത് ഇതൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതും എല്ലാ സൈസസ് അവൈലബിൾ ആണ്. എല്ലായിടത്തും കിട്ടുമായിരിക്കും, പക്ഷെ അത് ബ്രാൻഡഡ് ആവില്ല. ബ്രാൻഡഡ് ആണെങ്കിൽ ഇവിടേക്ക് മാത്രം വന്നാൽ പറ്റുള്ളൂ. ഇനി ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. കളേഴ്സ് വൈസ് നോക്കുമ്പോ ഇപ്പൊ ബ്രൗണിൽ തന്നെ 2 ഷെയ്ഡും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും 2 ബ്രൗൺ ആണ്, 2 മെറ്റീരിയൽ ആണ്. കാണുമ്പോ രണ്ടും ബ്രൗൺ തന്നെ, പക്ഷെ 2 ബ്രൗൺ ആണ്. അതെ, 2 മെറ്റീരിയൽ ആണ്. ഇത് കോട്ട് സെറ്റ് അല്ലേ? ഇത് ടോപ്പ്, ഇതിന്റെ സെറ്റ് ആയിട്ട് വരുന്നതാണ്. അതെ, ടോപ്പ് ബോട്ടം. അതും ബോട്ടം വരുന്നതാണ്. റേറ്റ് ഞാൻ ഇങ്ങനെ ഇത് വരുന്നത് 1280 ആ റേഞ്ച് വരുന്നു. അതും പാന്റും ഷർട്ടും കിട്ടും, രണ്ടും കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇത് പോവാ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇത് ബ്രാൻഡഡ് ആണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇനി എന്താ വെറൈറ്റീസ് വരുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ടോപ്സ്, കുർത്തീസ്, ഈ സൈഡ് ഫുള്ള് ടോപ്സിന്റെ 2-3 കളക്ഷൻ നോക്കിയാലോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അവരിപ്പോ നോക്കിയതാണ്. ഇത് മറിച്ച് സോളയിൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡുകളിൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡാണ് സോള എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര? റേറ്റ് ഈ പറഞ്ഞ റേറ്റ് തന്നെയാണ്. 770, 720 സ്റ്റാർട്ടിംഗ് വരും. ഇതിന്റെ 1000 എബോവ് വരുന്നുണ്ട്, 1000 എബോവ് വരുന്നതും ഉണ്ട്. ഓക്കെ. ഇതൊക്കെ തുണി ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ഇതിന്റെ ലിനൻ ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഷർട്ട് ആണ് അല്ലേ? ഷർട്ട് അല്ല, കുർത്തി തന്നെ, ടോപ്പ് ജീൻസ് ടോപ്പ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് വരുന്നത് 860 ആണ് വരുന്നത്. ഇതിന്റെ ശരിക്കും MRP പ്രൈസ് വരുമ്പോ ഇവിടെ ഉണ്ട് ഇല്ലേ?
MRP വരുമ്പോൾ 1000 above വരും. എബവ് ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഷോർട്ട് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ടോപ്സുകളാണ് ഈ കാണുന്നത്. ഇതിന്റെ കൂടെ ഇന്നറും അടക്കം അവൈലബിൾ ആണ് കേട്ടോ. ഇത് വരുന്നത് 950 ആണ് ഇതിന് വരുന്നത്. അതും രണ്ടെണ്ണത്തിനും കൂടിയിട്ടാവും. ഈ ഉള്ളിൽ ഇന്നർ അടക്കമാണ് അല്ലാണ്ട് ഇത് മാത്രമല്ല കേട്ടോ. ഇത് വരുന്നത് 1030 ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇത് ആക്ച്വലി ഫ്രണ്ട് സൈഡ് ഇതാണോ എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ട്. ആക്ച്വലി ഇത് ബാക്ക് സൈഡ് ആണ്. നമ്മൾ കാണുമ്പോ ഫ്രണ്ട് സൈഡ് അങ്ങനെ ഫീൽ ചെയ്യും. ബ്രാൻഡഡിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ബട്ടൺ എവിടെ വേണമെങ്കിലും പിടിപ്പിക്കാന്നല്ലേ. പക്ഷെ ഇത് ബ്രാൻഡഡ് ആണ്. ഇതാണ് ശരി ആക്ച്വലി ഫ്രണ്ട് സൈഡ് വരുന്നത്. അതെ, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് ആണ് വരുന്നത്. ഇതിന്റെ MRP പ്രൈസ് ഇതിന് കാണാനില്ല. ഓക്കെ, അടുത്തേക്ക് നോക്കാം. ഇത് കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് ഫുള്ളിൽ ഇങ്ങനെ കാണിച്ചോണ്ടേ ഇരിക്കണം. കുറച്ചുകൂടി ലെങ്തി മോഡൽ ആയിട്ടുള്ളത്. ഈ ബ്ലേസർ ടൈപ്പ് അങ്ങനത്തെ. ഇത് ക്രൂഷ്യല്ലേ? ഇത് ഇപ്പൊ നേരത്തെ നമ്മൾ ആണുങ്ങളുടെ കണ്ടത് താഴത്ത്, അതിന് തന്നെ ഷോർട്ട് ക്രോപ്പ് ആയിട്ടുള്ളത്. ഇത് വരുന്നത് 650 ആ ഒരു റേഞ്ച്. കുറെ ഡിസൈൻസ് അവൈലബിൾ ആണ്, കുറെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ ഒക്കെ വർക്ക് ഒന്ന് സൂം ചെയ്യും. നല്ല 1080. ഇതിന്റെ വർക്ക് കാണാനുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു തുണിയുടെ ക്വാളിറ്റി വ്യത്യാസം. ഇതിന്റെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കളേഴ്സ് എന്തായാലും കിട്ടാൻ പോണില്ല. കാരണം ഒറ്റ സിംഗിൾ പീസ് അത് ഡിഫറെന്റ് ആയിട്ട് കിട്ടില്ലല്ലോ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ല. സർപ്ലസ് ആയതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഒരാൾ ഇത് മേടിച്ചാൽ പിന്നെ അടുത്ത് നമ്മൾ വന്ന് തപ്പാൻ നല്ലത് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈ കാണുന്ന മൊത്തം ടോപ്സ് ആണ്. അതിൽ ജാക്കറ്റ്, കോട്ട്, മറ്റതും മറിച്ചതും അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് എത്ര കാണിച്ചിട്ടും മതിയാവണില്ല. പക്ഷെ ലെങ്തി ആവുന്നുണ്ട് വീഡിയോ, അത് കാരണം ഒരു മടി കാണിക്കാനും. പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഒരു 1375 1210 ആ റേഞ്ച് വരും. ആ റേഞ്ചിൽ അല്ലേ? ഓക്കെ, ഇപ്പോഴത്തെ പാറ്റേൺ ആണ് കേട്ടോ. ഇതിലെ ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡലുകളാണ് ഈ കാണുന്നത് അല്ലേ? എന്നാൽ ഡെനിമിന്റെ ഒരു ഫീലിംഗും കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ എത്ര വെറൈറ്റീസ് ആണോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കളക്ഷൻ തന്നെയല്ല, ഇനി നമുക്ക് ട്രെൻഡി അല്ല, നമുക്ക് നോർമൽ കുർത്തീസ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന്റെ ഒക്കെ ഇതൊക്കെ ഖാദി കോട്ടൺ ടൈപ്പ് അല്ലേ? ആ, ഇതൊക്കെ എത്ര റേറ്റ് വരാ? വരുമ്പോൾ നമുക്കൊരു 1210 ആ റേഞ്ച് വരും. ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയിലായിട്ടാണ്, ബ്രാൻഡഡ് ആയിട്ടല്ലേ? ബ്രാൻഡഡ് ആയിട്ട് ലിനൻ ക്ലബിന്റെ വരുന്നുണ്ട്. ലോങ് ആയിട്ടുള്ളത് 1130 ആ റേഞ്ച് ഒക്കെ വരുന്നത്. കുർത്തീസ് ഇട്ടോ. അപ്പൊ കുർത്തീസ് മാത്രമായിട്ട് അങ്ങനെ ഇത് കുറച്ച് നമുക്ക് എന്താ ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഒക്കെ കിട്ടുന്ന ജെൻസി തന്നെ. ലിനൻ ക്ലബ് എന്ന് പറഞ്ഞാൽ ലിനന്റെ ഐറ്റം തന്നെ. അതിന്റെ തന്നെ ലേഡീസിന്റെ ടോപ്സ് ആണ്. 1130 ആ റേഞ്ച് വരുന്നത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫീൽ കംഫർട്ട് ആവും. പിന്നെ ഇതിന്റെ തന്നെ ബോട്ടം വെയർസും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ കാണിച്ച ബോട്ടം വെയർസിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് ഉണ്ട്. 840 റേഞ്ച് വരുന്ന ബോട്ടംസ്. അതൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉള്ള വെറൈറ്റി മോഡൽ ബോട്ടംസ് ആണ്. 840 ആ റേഞ്ച് വരും. നല്ല സോഫ്റ്റ്. 990 ഡെനിമിന്റെ തന്നെ വേറൊരു സെയിം തന്നെയാന്ന് തോന്നുന്നില്ല. അത് സൈസസ് അവൈലബിൾ ആണ്. അതുപോലെ ഇത് കാണുന്നത് ഒക്കെ ഞാൻ പിടിക്കുന്നത് ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്, ഡിഫറെന്റ് ബ്രാൻഡ്സ് ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കുറെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ബോട്ടംസ് നമുക്ക് ഒരു 570 495 ആ റേഞ്ച് തൊട്ട് അവൈലബിൾ ആണ് അല്ലേ? ഇതൊക്കെ 1180 1080 ഇത് ഫുൾ ടോപ്സ് അല്ലേ? ടോപ്സ് തന്നെ. ഓ, ഏതെടുക്കുമ്പോ എവിടെ നിന്ന് എടുക്കണോ? ഭയങ്കര കൺഫ്യൂഷനിൽ ഇപ്പൊ നിൽക്കുന്നത്. അത്രയും കളക്ഷൻസ് ഉണ്ട്. ക്രോപ്പ് ടോപ്പിലാണ് കേട്ടോ ഇത് ഫുൾ വരുന്നത്. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ താഴെ ഒരു കാര്യം പറഞ്ഞത് തെർമൽ വെയർസിന്റെ വിമൺഡ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് ഈ ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ലേഡീസിന് മാത്രം. തെർമൽ വുമൻസിന്റെ ഇതിലെന്തോ വെറൈറ്റി കണ്ടല്ലോ. ഈ ഒരു ബെൽറ്റ് കണ്ടപ്പോഴേ ഒരു ഫീലിംഗ്. എന്താന്ന് പിടിച്ചേ? ഇത് നമ്മൾ നേരത്തെ പിടിച്ച സെയിം തുണിയിൽ തന്നെയാണ്. ഇത് ടീനേജ് പിള്ളേർക്കുള്ളതാണ്. ഇതിന്റെ കൂടെ ഒരു ബെൽറ്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ. കുറച്ചുകൂടി ഇതിന്റെ ഒക്കെ റേറ്റ് 910 അത്രേ വരുന്നുള്ളൂ. ബ്രാൻഡ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടില്ല ആക്ച്വലി. ഇനിയിപ്പോ ട്രയൽ റൂം ഉണ്ട്. വന്ന് ഇട്ട് നോക്കി എടുത്ത് ഫീൽ ചെയ്ത് പോവാം. ഇനി ഇപ്പുറത്തെ സൈഡ് എന്താ വരുന്നത്? ഇത് സൈഡ് ബെഡ്ഷീറ്റുകളുണ്ട്. ബെഡ്ഷീറ്റിന്റെ ഒരു സെക്ഷൻ ആണ്. അപ്പൊ ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്സ്, അത് സംഭവങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഫർണിഷ് ഐറ്റംസ്. എന്തായാലും ഇത് നമുക്ക് പിന്നീട് പിടിക്കാം. നമുക്ക് എന്തായാലും ഡ്രസ്സിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇപ്പുറത്തെ സെക്ഷനിലാണെങ്കിൽ ഇതൊക്കെ ഫുൾ ടോപ്സിന്റെ ഒരു സെക്ഷൻ തന്നെയാണ് വരുന്നത് അല്ലേ? ടോപ്സ് വരുന്നുണ്ട്. ജാക്കറ്റ്സ്, ഇത് കാണുന്നത് ജാക്കറ്റ്സ്. ഒരെണ്ണം നമുക്കൊന്ന് എടുത്ത് കാണിക്കാം. ഡെനിം ജാക്കറ്റ്സ് വരുന്നുണ്ട്. ഇതല്ലേ? ഡെനിം ജാക്കറ്റ്സ് വരുന്നുണ്ട്. സോളയുടെ ബ്ലേസർ മോഡൽ. ഇത് ബ്ലേസർ അല്ലേ? യെസ്, ഓഫീസ് വെയർസിന് അല്ലേ? ഓഫീസ് യൂസിന് വേണ്ടിയുള്ളത്.
ഇതിന്റെ ഇത് വിത്ത് പാന്റ് എടുക്കാണെങ്കിൽ ബ്ലേസർ മാത്രം ഇത് ബ്ലേസർ മാത്രമായിട്ട്. അപ്പൊ പാന്റ് വേണമെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. 1695 ആ റേഞ്ച്. എത്ര? 1695. അത്രേ ഉള്ളൂ. ഞാൻ ഓൺലൈനിലൊക്കെ 2 ദിവസം തൊട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നത് ഒരു ഫംഗ്ഷന് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഒക്കെ കാണിക്കുന്നത് 2500 3000 ആ ഒരു റേഞ്ച് ഒക്കെ കാണിക്കുന്നത്. 1650. അപ്പൊ എന്തായാലും ഷോറൂമിൽ പോയി മേടിക്കുമ്പോൾ നമുക്ക് എന്തായാലും റേറ്റ് കൂടും. ഇവിടെയാണെങ്കിൽ റേറ്റ് കുറയും. അപ്പൊ ഇത് ഫുൾ ആ ഒരു ഡെനിം ജാക്കറ്റുകൾ ഉണ്ട്, പാന്റ്സ് ഉണ്ട്. ഇത് പാന്റ്സ്, പിന്നെ ജാക്കറ്റ് ഏത് ഭാഗത്ത്? ഡെനിം ജാക്കറ്റ്സുകൾ ലേഡീസിന്റെ ജാക്കറ്റ്സ്. അത് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടമുള്ള കളേഴ്സ് ആണെങ്കിൽ. ഇത് ബ്രാൻഡ് ആയതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റിക്ക് എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ല. അത്രയും കംഫർട്ടബിൾ, അത്രയും സ്ട്രോങ്. ഇത് ബോട്ടം അല്ലേ? കോഡ് സെറ്റ്. അപ്പൊ എൻ്റെ ഒന്ന് അങ്ങോട്ട് തിരിച്ചു പിടിച്ചേ. ഇതേ കോഡ് സെറ്റ് കേട്ടോ. അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിനൊക്കെ റേറ്റ് ഒക്കെ ഏകദേശം 1910 രണ്ടും കൂടിയിട്ട്. ഓക്കെ, എന്തായാലും ഒരു ഹൈ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഫുൾ ബോട്ടം വെയറിന്റെ ഒരു സെക്ഷൻ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നൈറ്റ് വെയർ, നൈറ്റീസും നൈറ്റ് വെയറും 2 പീസ് ഉണ്ടാവും, സിംഗിൾ പീസ് ആയിട്ടുണ്ടാവും. നൈറ്റി നമ്മുടെ ഒരു വീക്ക്നെസ് ആട്ടോ, കണ്ടോ? അത് നല്ല ലെങ്ത്തിൽ വരുന്ന. അതിൽ തന്നെ നമുക്ക് 2 പീസും വരുന്നുണ്ട്, സിംഗിൾ വരുന്നുണ്ട് അല്ലെ. ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്, സിംഗിളിൽ വരുന്നുണ്ട്, 3/4 2 പീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഫുൾ കളക്ഷൻ 680 720 സാരി ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഐറ്റംസും ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നൈറ്റീസ് ഇതേ ഇവിടെ മുകളിൽ കണ്ടപ്പോ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് കണ്ടപ്പോ അതൊന്നും പറഞ്ഞില്ല. ആ ഒരു സംഭവമാണ് ഇപ്പൊ എനിക്ക് ഫീൽ തോന്നുന്നത്. അത്രയും ഇതാ വെറൈറ്റീസ് ഉണ്ട്. അത് പല എന്താ പറയാ ഫ്രീ സൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇനി ലൈറ്റ് ഷെയ്ഡ് തപ്പണവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അതും കോട്ടണില്. ഇതിനൊക്കെ റേഞ്ച് ഒക്കെ ഇതൊക്കെ ഒരു 495 565 നോർമൽ ആ ഒരു റേഞ്ച് തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ കോട്ടന്റെ ഉണ്ട്, റയോണിന്റെ ഉണ്ട്. ഇതൊക്കെ ഫുൾ മിക്സ് ആയിട്ട് കിടക്കുന്ന ഒരു നൈറ്റീരിയർ സെക്ഷൻ ആണ് വരുന്നത്. ഇനി നമ്മൾ വരുന്നത് കിഡ്സിന്റെ സെക്ഷനിലോട്ടാണ് വരുന്നത്. അപ്പൊ ആണുങ്ങൾക്കായി പെണ്ണുങ്ങൾക്കായി ഇനി അവരുടെ കുട്ടികൾക്കുള്ളതാണ്. കുട്ടികൾക്ക് വരുന്നത് ടീഷർട്ട് വരുന്നുണ്ട്, ഷർട്ട്സ് വരുന്നുണ്ട്, ഷർട്ട് ഉണ്ട്, ടീഷർട്ട് ഉണ്ട്. ഇവർക്കൊക്കെ ബ്രാൻഡ് വരുമ്പോ UCB ഉണ്ട്, പെപ്പെ ഉണ്ട്, US പോളോ ഉണ്ട്. ജീൻസ് ആണെന്നുണ്ടെങ്കിലും പെപ്പെ, US പോളോ അങ്ങനെ. അപ്പൊ ഇത് ഫുൾ ടീഷർട്ട്. ജസ്റ്റ് ഒരു 2-3 ഒരു ഹിന്റിന് വേണ്ടിട്ട് എടുത്താൽ ഇതിന്റെ ഒക്കെ റേഞ്ച് ഒക്കെ റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നത് 350 ആ റേഞ്ച് വരും. അത്രേ ഉള്ളൂ. പിന്നെ ഏജ് വൈസ് വരുമ്പോൾ നമുക്കൊരു 20 റുപ്പീസ് 25 റുപ്പീസ് വരും. ഏജ് ഇപ്പോൾ 8 വയസ്സ് വരെ 8 വയസ്സിനുള്ളതാണെന്നുണ്ടെങ്കിൽ 10 വയസ്സ് വരുമ്പോൾ ചിലപ്പോൾ ഒരു 25 റുപ്പീസിന്റെ വ്യത്യാസം വരും. 12 വയസ്സാകുമ്പോൾ 25 റുപ്പീസിന്റെ വ്യത്യാസം. ആ ഒരു ഇത് മാത്രമേ വരുന്നു. മനസ്സിൽ ലഡ്ഡു പൊട്ടി 350 എന്ന് പറഞ്ഞ കേട്ടപ്പോഴേ. ലേഡീസിന്റെ ഇതും കുട്ടികളുടെ കുട്ടികളുടെ ഇത് ഷർട്ടിന്റെ സെക്ഷൻ ആണ്. ഷർട്ട്, ഇത് ജീൻസ്, ഇത് ജീൻസിന്റെ സെക്ഷൻ ആണ്. ജീൻസ് തന്നെ UCB, പാന്റ്സ്. കുട്ടികളെ വേഗം വന്ന് നോക്കിക്കോ, ഇതിൽ എന്താ പ്രിന്റ് നോക്കിയേ. വേഗം വന്ന് നോക്കിയാ വേഗം വന്ന് കൊണ്ടുപോവാട്ടോ. US പോളോന്റെ പാന്റുകളൊക്കെയാണ്. ഇത് കണ്ടാ വിടില്ല കേട്ടോ. അതൊക്കെ നമ്മൾക്കൊരു ഏജ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഏജ് മാറുന്നതനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ കുട്ടികളുടെയും കളക്ഷൻസ് നല്ലൊരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. 450 തൊട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് എവിടെന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലേ. അങ്ങോട്ട് തന്നെ പോകാം. ഇനി ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. ഇത് ഈ സെക്ഷനിലാണെങ്കിൽ നമുക്ക് ടീഷർട്ടിന്റെ ഒരു സെക്ഷനാണ്. ടീഷർട്ട്, ഷോർട്സ്. ടീഷർട്ടിന്റെ സെക്ഷനാണ് വരുന്നത്. അത് വലിയവർക്ക് ചെറിയവർക്ക് എല്ലാവരും കൂടി മിക്സ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇത് ആൺകുട്ടികളുടെ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂട്ട് കണ്ടോ. അവർക്ക് അതിനുള്ള ഷോർട്സുകളായിട്ടുണ്ട്. ജീൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ജീൻസുകളുണ്ട്. ജീൻസ് ഈ സൈഡ് അല്ലേ. ഇതാ ഇത് ജീൻസിന്റെ സെക്ഷൻ. അതിലും കാർഗോ മോഡൽ ഉണ്ട്, ബാഗി മോഡൽ ഉണ്ട്, എല്ലാ മോഡലും അവൈലബിൾ ആണ്. ഇതൊക്കെ റേറ്റ് ഇവരുടെ 450 ആ ഒരു റേഞ്ച് 450 ആ റേഞ്ച്. പിന്നെ ഏജ് വ്യത്യാസം വരുമ്പോൾ ചെറിയൊരു 20-25 വ്യത്യാസം വരും. അത്രയും മാറ്റം വരുന്നുള്ളൂ. പെപ്പെ ജീൻസ്, US പോളോ, UCB കുട്ടികളുടെ ബ്രാൻഡും അവൈലബിൾ ആണ്. US പോളോ ഇതൊക്കെ വരുമ്പോൾ 500 ആ റേഞ്ച് വരുള്ളൂ. അപ്പോൾ 8 വയസ്സിൻ്റെ ആയിരിക്കുള്ളൂ. 8 വയസ്സാണോ? ഓക്കെ. അതിന് അവർക്കുള്ള പാൻസും അവൈലബിൾ ആണ് കേട്ടോ. പാൻസിൽ എന്ന് വെച്ചാൽ ബാഗി ഉണ്ട്, ലൂസ് പാന്റ് ഉണ്ട്, ടൈറ്റ് ഫിറ്റ് ഉണ്ട്, കാർഗോ മോഡൽ ഉണ്ട്. ഇത് കോളർ ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്, റൗണ്ട് നെക്ക് ഉണ്ട്. UCB 375 395 അത്രേ ഉള്ളൂ. ആ റേഞ്ചേ വരും. അല്ല നോർമൽ MRP എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന MRP 999 ആണ് ഇത് വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഒരു 395 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്.
റേറ്റ് 999 ആണ് ശരിക്കുള്ള MRP പ്രൈസ്. ഇവിടെ വരുമ്പോ ആ ഒരു ഏജിൽ വരുന്നതിന് 395. ശരിക്കും എത്ര ഏജ് വരെ നമുക്ക് ഇവിടെ കിട്ടും? 15-16 വയസ്സ് വരെ. 16 വയസ്സ് വരെ. ഓക്കെ, 15-16 വയസ്സ് വരെ. ഇത് ഡെയിലി വെയർസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? മറ്റേത് സ്ട്രഗ് ഉണ്ട്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസും കുട്ടികൾക്കുള്ളത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളുടെ ടോപ്സ്, പെൺകുട്ടികളെന്ന് പറയുമ്പോൾ ക്യൂട്ട് ആൻഡ് കണ്ടോ എന്ത് ക്യൂട്ടാണെന്നറിയോ അവരുടെ ഫ്രോക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ. ഇതൊക്കെ നമുക്ക് നോർമലൊക്കെ വരുമ്പോൾ ഇത് പല റേഞ്ച് വരും, 620, 720 തൊട്ട് വരും. പക്ഷെ കുട്ടികൾക്ക് ഇട്ടാലില്ലേ ഇറിറ്റേഷൻ വരില്ല. നല്ല ബ്രാൻഡിന്റെ പ്രത്യേകത അങ്ങനെ ഒരു സംഭവം അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഡ്രസ്സ് യൂസ് ചെയ്ത് അതിന് എന്തെങ്കിലും. ഇത് 2-in-1 ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജാക്കറ്റിൽ ഫ്രോക്ക് മോഡൽ വരുന്നുണ്ട്. അപ്പൊ ഇതിലും ഈ ഒരു 15 വയസ്സ് വരെയൊക്കെ ഉണ്ട്. ഇതും നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 500, 350 തൊട്ട് ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് 1000 പോലുള്ള പ്രീമിയം ടൈപ്പ് ഐറ്റംസും ഉണ്ട്. ഇതും ഉണ്ട് അവിടെ. അതുണ്ട്. ഇതിന്റെ റേറ്റ് ഉള്ളതിനേക്കാളും എന്തായാലും റേറ്റിന് നല്ല കുറവുണ്ട്, നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് അന്വേഷിച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉടുപ്പുകൾ കാണാം, കുറച്ച് ഫ്രോക്കുകൾ, അതും നല്ല കോട്ടൻ്റെ മെറ്റീരിയലുള്ള കളക്ഷൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഏജിൽ ഇപ്പോൾ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് പല ഏജിൽ കിട്ടും. ഈ കുട്ടികളുടെ സെക്ഷനിൽ വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത. 830 അത്രേ ഉള്ളൂ. പുറത്തൊക്കെ 1000 എബോവ് ഇല്ലേ? 1000 above 1500 എന്തായാലും വരും. പക്ഷെ ഇവിടെ 830 അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കാണിക്കാനാണെങ്കിൽ കുറെ ഉണ്ട്, കാണാനും സെലക്ട് ചെയ്യാനും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. 30 സൈസ് തൊട്ട് എല്ലാം അവൈലബിൾ ആണ്. 350 ആ റേഞ്ച് സ്റ്റാർട്ടിങ് വരും ഈ ചെറിയ കുട്ടികളുടെ അല്ലേ. ഇതൊക്കെ എന്ത് ക്യൂട്ടാന്നറിയോ, ഇട്ട് കഴിഞ്ഞാ പിള്ളേരൊക്കെ നമ്മുടെ വലുതായി. ഇത് 2 പീസ് ആണ്. ഇത് 2 പീസിന്റെ. ഇതൊക്കെ റേഞ്ച് ഇത് 1000 above വരും, 1295. 2 പീസ് ആണ് കേട്ടോ, വിത്ത് പാന്റ് അടക്കമാണ്. എന്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഹൈ സ്ലീവ് മോഡലാണ്. ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ മോഡലുകൾ അവർക്കും യൂസ് ചെയ്യണമല്ലോ. ഹൈ സ്ലീവ് ചെറുതാന്ന് വിചാരിച്ചിട്ട് അവരെ ഇഗ്നോർ ചെയ്യണ്ട, ബ്രാൻഡഡ് ഇട്ട് നടക്കാം. ഹൈ സ്ലീവ് ഇപ്പോഴത്തെ മോഡലുകൾ അവർക്കും യൂസ് ചെയ്യാം. ഇത് സെയിം ആ ഒരു ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലും അല്ലേ? കോട്ട് സെറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന്റെ വലുതിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ ചെറുതിന്റെ കാര്യം പറയുന്നുണ്ട്, അതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത്. കുറേ ഉണ്ട് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും വെറൈറ്റീസ് ഉണ്ട്. ഓൺലൈൻ ഇല്ലാത്തതിന്റെ ഒരു വിഷമം, ഒരു സങ്കടം അതെന്തായാലും പരിഹരിക്കാം. ഇനി ഇപ്പുറത്തുണ്ട് ലേഡീസ്. ഇതും പിള്ളേരുടെ കുറച്ചുകൂടി വലിയ സൈസ് വരും. ഓക്കെ, ഇത് കുറച്ചുകൂടി വലിയ സൈസ്. അപ്പൊ വലിയ സൈസുള്ള ഷർട്ടുകൾ ഇതൊക്കെ പിടിച്ചാലും ജീൻസിന്റെ ടോപ്സുകൾ ഉണ്ട്. എല്ലാ സൈസിലും എല്ലാം സൈസസ് അവൈലബിൾ ആണ്. കുറച്ച് വലിയ പിള്ളേർക്കുള്ളത് പല പല മോഡലുകൾ, ബാഗി പാന്റ്, ജീൻസുകൾ. ഇതൊക്കെ കുറച്ച് 15-16 വയസ്സ് വരുന്ന പിള്ളേർക്ക് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോവാ. ഇവർക്കൊക്കെ ബ്രാൻഡ് വരുമ്പോ കൂടുതൽ ഈ ജോഷ്, സോളയൊക്കെ ആയിരിക്കുള്ളൂ ഈ ഒരു ബ്രാൻഡ് വരുന്നത് കൂടുതൽ വരുന്നത് അല്ലേ. റാൻഡം ആയിട്ട് പിക്കാണ്. എനിക്ക് യെല്ലോ ഷെയ്ഡാണ് ഇഷ്ടം, അതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. ഇങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഈ കാണുന്നത് മൊത്തം നമുക്ക് പെൺകുട്ടികളുടെ സെക്ഷനിലുള്ള കളക്ഷൻസ് ആണ്. ഇതും പെൺകുട്ടികളുടെ അവർക്ക് പറ്റിയിട്ടില്ല. ബെൽറ്റ് ഞാൻ ചോദിച്ചിരുന്നു, ആ ബെൽറ്റ് ലേഡീസ് ബെൽറ്റ് ഉണ്ടെന്ന് ഞാൻ താഴെ വെച്ച് പറഞ്ഞായിരുന്നു. അതെ, അതും ഇവിടെ അവൈലബിൾ ആണ് ലേഡീസിന്റെ ബെൽറ്റ്. ഇത് പെൺകുട്ടികളുടെ തന്നെ നമുക്ക് പാൻസും അവൈലബിൾ ആണ്. അപ്പം ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കാണിച്ചാലും തീരില്ല. ഇവിടെ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് വന്നുകൊണ്ട് ഇരിക്കും, റീഫിലായിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നേരിട്ടിട്ട് ഇഷ്ടമുള്ളത് നമ്മൾ ട്രയൽ ചെയ്ത് മേടിക്കാൻ നോക്കാം. ഓരോ കസ്റ്റമർ ഓരോരോ ഇത്. അപ്പോൾ അതൊരു കസ്റ്റമർ തന്നെ, അവർ കുറേ നേരം ട്രയൽ റൂമിൽ ഓരോന്നിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് ജാക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. കസ്റ്റമറെ വെറുതെ ഒന്ന് കാണിച്ചു. കുറേ നേരം അവർ ഊരിലായിട്ട് കുറേ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ട് അവരുണ്ട്. ജാക്കറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ കുട്ടികളുടെ. ഡെനിമിന്റെ അതും ബ്രാൻഡഡ് ഒക്കെ തന്നെയാണ് കുട്ടികൾക്ക് അവൈലബിൾ. ഇതൊക്കെ റേറ്റ് ഒക്കെ ഏകദേശം എത്ര? ഞാൻ റീറ്റെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ റേറ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ ആയതുകൊണ്ട് നമുക്ക് റേറ്റ് പറയാലോ. തപ്പണം
620 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ കുട്ടികളുടെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലൊക്കേഷൻ വരുന്നത് നമ്മൾ MG റോഡ് മാരാസ് ഗ്രൗണ്ടിന്റെ പുറകുവശമായിട്ട് P2 ഉഷാ റോഡ് നോർത്ത് എൻഡ്. ഓക്കെ. പിന്നെ ഇവർക്ക് വേറെ 2 ഷോപ്പും കൂടി ഉണ്ട്. 2 ഷോറൂമും സെയിം ഈ ഒരു വലിപ്പം തന്നെയാണ്. 5500 സ്ക്വയർ ഫീറ്റ് 2 നിലയിൽ 5500 സ്ക്വയർ ഫീറ്റിൽ വരുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളത് ന്യൂ കോട്ടൺ ഫാബ് എന്ന് പറഞ്ഞാൽ 6000 സ്ക്വയർ ഫീറ്റോളം വരുന്നത്. ഓക്കെ. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് സെയിം കോട്ടൺ ഫാബ് തന്നെയാണ്. കോട്ടൺ ഫാബിൽ തന്നെയാണ്. അപ്പൊ മൂന്നും തൊട്ടടുത്തായിട്ടാണ് ഇവിടെ അവിടെ ഒക്കെ ഇരിക്കുന്നത് സെയിം ഈ സർപ്ലസ്. നിലവിൽ ഇപ്പൊ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് 2 ഉണ്ട്. പിന്നെ അതിനുള്ള അടുപ്പില് അത് അല്ല ഞാൻ ചോദിക്കണ ഈ അപ്പുറത്ത് ഇരിക്കണതും ഈ സർപ്ലസ് ഐറ്റംസ് തന്നെയാണ്. സെയിം ഈ ഐറ്റം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ. സെയിം സർപ്ലസ് ഈ ഐറ്റംസ് ഇതല്ല, സർപ്ലസ് ഐറ്റംസ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. സാരി വെച്ച് ബാക്കി ലേഡീസ് ജെന്റ്സ് കിഡ്സിനുള്ള അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ സെയിം ഐറ്റം അല്ല, സർപ്ലസിൽ തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ആ ഒരു ഷോറൂമിൽ മൊത്തം ഇരിക്കുന്നത്. ഇനി ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? 10 മണി മുതൽ രാത്രി 9 മണി വരെ നമ്മുടെ സൺഡേ അവൈലബിൾ ആണ്. അപ്പൊ എപ്പോ വേണേലും വന്ന് ജോലി കഴിഞ്ഞിട്ടായാലും രാത്രിയായാലും വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഓൺലൈൻ ഇല്ല, അത് എന്തായാലും അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ബാക്കി നേരിട്ട് വരാം. ഇനി ഓൺലൈനിന്റെ സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോ ഓൺലൈൻ ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ആലോചനയിലാണ് എന്തായാലും. അതില്ലാണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഓൺലൈനാണ് ഇപ്പോഴത്തെ കാലം. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ചു വെച്ചാൽ മതി. സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്ഡേറ്റ് ചെയ്തുതരാം കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.